എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1571 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് വൈദ്യൻ സേതുരാജ് KSR ആണ്. അസോസിയേറ്റ് പ്രൊഫസർ, സംഹിത, സംസ്കൃതം, സിദ്ധാന്തം വകുപ്പ്, ഗവൺമെന്റ് ആയുർവേദ കോളേജ്, തൃപ്പൂണിത്തുറ. ഇതിനോടകം ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെ കുറിച്ച് 5 ക്ലാസ് സാറ് നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഇന്ന് വൈദിക സുഭാഷിതങ്ങൾ 6ാം ഭാഗത്തിൽ ക്ലാസ് എടുക്കുന്നതിനായി വൈദ്യൻ സേതുരാജ് സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. നമസ്കാരം. പ്രിയപ്പെട്ട വൈദ്യ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലായി പലതവണകളായിട്ട് എനിക്കൊന്ന് ടീച്ചർ പറഞ്ഞ പോലെ, ഡോക്ടർ പറഞ്ഞ പോലെ, ഡോക്ടർ പറഞ്ഞ പോലെ 5 തവണകളായിട്ട് ഒരു തുടർച്ചയായിട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാനുമില്ല. ഇടവിട്ടൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആഹാരത്തെ പറ്റിയിട്ട് ആണ്, ആഹാരത്തിന്റെ വിവിധ നിയമങ്ങൾ, എങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തെ കഴിക്കാം, എങ്ങനെ കഴിച്ച ഭക്ഷണത്തെ ആരോഗ്യകരമായി നമുക്ക് മാറ്റിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ആയുർവേദ നിർദ്ദേശങ്ങളൊക്കെ സുഭാഷിതമായി തുടങ്ങിയ ഒരു സംഗതിയാണ്. അപ്പം ഈ ആയുർവേദത്തില് തികച്ചും പരസ്പര ബന്ധത്തോടുകൂടി അവതരിപ്പിക്കപ്പെട്ടുള്ള ഒരു 3 സംഗതിയാണ് ത്രയ ഉപസ്തംഭം സ്തംഭം വെച്ച് കഴിഞ്ഞാൽ തൂണെന്നാണ്. ഉപസ്തംഭം എന്ന് പറഞ്ഞാൽ അനുബന്ധമായിട്ടുള്ള തൂണുകളെന്നർത്ഥം. അതായത് പ്രധാന തൂണുണ്ടാവും, അതിന്റെ കൂടെ നിൽക്കുന്ന ചെറുതായ തൂണുകളും. അപ്പൊ അങ്ങനെ ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ, വാതപിത്ത കഫങ്ങളെയാണ് ത്രിസ്തൂണങ്ങൾ, ത്രിസ്തംഭങ്ങൾ, പ്രധാനപ്പെട്ട തൂൺ, 3 പില്ലേഴ്സ് ഓഫ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ 3 തൂണുകളെ സഹായിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട 3 തൂണുകളായിട്ട് പറയുന്ന സംഗതികളാണ് ആഹാര, നിദ്ര, ബ്രഹ്മചര്യം. ബ്രഹ്മചര്യത്തിന് 2 രീതിയിലും പറയാനുണ്ട്. അച്ചടക്കത്തോടുള്ള ദാമ്പത്യ ജീവിതത്തെയും ബ്രഹ്മചര്യം തന്നെയാണ്, അത് വൈവാഹിക ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. പിന്നെ നൈഷ്ഠിക ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സെൻസിലുള്ള സെലിബസി. അങ്ങനെ രണ്ട് സംഗതികളുണ്ട്. അപ്പൊ ഇത് ചിട്ടയോടുകൂടിയുള്ള ഒരു ദാമ്പത്യ ജീവിതത്തെ ഈ ബ്രഹ്മചര്യം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അവിടെ ഈ പറഞ്ഞോട്ട് അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള സന്താനോൽപാദനം ലക്ഷ്യമാക്കിയിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ചേർച്ച, അതാണ് അവിടെ ബ്രഹ്മചര്യം കൊണ്ടുള്ളത്. അപ്പൊ അങ്ങനെ 3 സംഗതികളാണ് ആഹാര, നിദ്ര, ബ്രഹ്മചര്യം. അപ്പൊ ആഹാരത്തെ പറ്റിയിട്ടാണ് നമ്മൾ മുൻ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിരുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ ആയുർവേദത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാങ്കേതിക സംജ്ഞയാണല്ലോ ഈ ത്രയോപസ്തംഭങ്ങൾ. അപ്പൊ ത്രയോപസ്തംഭങ്ങൾ നമ്മൾ ഇതേവരെ ചർച്ച ചെയ്ത ആഹാരത്തെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ ഇന്ന് അടുത്ത തൂണായ നിദ്രയെ പറ്റി പറയാമെന്ന് വിചാരിക്കും. നിദ്ര ഉറക്കത്തെ പറ്റിയിട്ട് തന്നെയാണ്. ഉറക്കത്തിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടും അതെങ്ങനെ ഉറങ്ങണം, ആരോഗ്യകരമായി എങ്ങനെ ഉറങ്ങണം, എപ്പോഴുറങ്ങണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് കടന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മേലെ പ്രായമുള്ള കേരള സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാരും ഉറങ്ങുന്നതിന് മരുന്ന് സേവിക്കേണ്ട സ്ഥിതിയാണുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഉറക്കത്തെ എങ്ങനെ ആരോഗ്യകരമായി ഉറങ്ങും, ആരോഗ്യകരമായ ഉറക്കം എത്ര എന്നൊക്കെയുള്ളതിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാണെന്ന്. അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള സുഭാഷിതങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വെച്ചു. അപ്പൊ നിദ്രയുടെ ഗുണങ്ങളെ പറ്റി പറയുന്ന ഒരു 2 വരി ശ്ലോകം അഷ്ടാംഗഹൃതത്തിലുണ്ട്, വളരെ പ്രശസ്തമാണ്. അത് പക്ഷേ ഒരു വിപരീത ദ്വന്ദ്ങ്ങൾ രൂപത്തിലാണ് അവതരിപ്പിച്ചത്. നേരാവണ്ണമുള്ള നിദ്രയാണെങ്കിൽ ഉള്ള ഗുണവും ആ നിദ്ര ഭംഗമോ നിദ്രാനാശമോ സംഭവിച്ചാൽ വരാൻ പോകുന്ന സംഗതികളെയും കൂടി ഒരു ചിട്ടപ്പെടുത്തി ഒരു അച്ചടക്കത്തോടു കൂടി പറഞ്ഞേക്കാണ്. അപ്പൊ വളരെ രസകരമായ ഒരു ശ്ലോകം. നിദ്രായത്തം സുഖം ദുഃഖം പുഷ്ടിം കാർശ്യം ബലാംബലം പൃഷത ക്ലീബത ജ്ഞാനം അജ്ഞാനം ജീവിതം നച്ച. നിദ്രായത്തം സുഖം ദുഃഖം പുഷ്ടികാർശ്യം ബലാബലം പൃഷത ക്ലീബത ജ്ഞാനം അജ്ഞാനം ജീവിതം നച്ച. അപ്പം അത് ഈ നേരത്തെ പറഞ്ഞ പോലെ വിപരീത ദ്വന്ദ്ങ്ങൾ. അപ്പൊ ഈ ഒരേ നിദ്ര തന്നെ വേണ്ടവണ്ണം ശീലിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഗുണകരമായ ഫലത്തെ നൽകുന്നു. അതേ നിദ്ര തന്നെ പിഴച്ചാൽ ശരീരത്തിന് ആരോഗ്യത്തിനും ഹാനികരമായുള്ള ഫലങ്ങളെ നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആകത്തുക. നിദ്രായത്തം സുഖം ദുഃഖം, സുഖത്തിനും സൗഖ്യത്തിനും ആരോഗ്യത്തിനും കാരണമാകുന്നു.
അപ്പോൾ ഈ ആയുർവേദത്തിലെ ഓരോ വാക്കുകളുടെയും സംസ്കൃതത്തിൽ ഉപയോഗിച്ച പദങ്ങളുടെയൊക്കെ ആ ഒരു വ്യാപ്തി കുറെ ഏറെയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം കൂടിയാണ്. സുഖം എന്നുള്ളതിന് ശരീരത്തിന്റെ ഈ ശരീരത്തിലുള്ള ഭാവങ്ങളെ അങ്ങോളം ഇങ്ങോളം ആപാതതലമസ്തകം തല തൊട്ട് മുടി വരെ, പാദം തൊട്ട് മുടി വരെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്ന, വ്യാപിപ്പിക്കുന്ന ഒരു സൂക്ഷ്മ സഞ്ചലന വ്യൂഹമുണ്ട്. അതിന് ആയുർവേദത്തിൽ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. സ്രോതസ്സുകൾ അല്ലെ ചാനൽസ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ദ ബോഡി എന്നൊക്കെ വേണമെങ്കിൽ തർജ്ജമ ചെയ്ത് ഒരു ആശയം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സൂക്ഷ്മമായിട്ടും സ്ഥൂലമായിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ശരീരത്തിന്റെ സുസ്ഥിതി അല്ലെ സുഖം എന്നുള്ള വാക്കിൽ തന്നെ സ്രോതസ്സുകൾ, അതായത് ശരീരത്തിന്റെ ഭാവങ്ങളെ അങ്ങോളം ഇങ്ങോളം എത്തിച്ചുകൊള്ളുന്ന ആ സൂക്ഷ്മവും സ്ഥൂലവുമായ തരത്തിൽ വ്യൂഹന സംവിധാനം, അതാണ് സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൽ വരുന്ന വസ്തുക്കളെ പരിണമിപ്പിക്കുന്നതിന് വേണ്ടി ശരീരത്തിൽ ആകമാനം എത്തിക്കുന്നത്. ഈ പരിണമിച്ചു കഴിഞ്ഞാൽ അതിനെ വേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള വഴികളാണ്, പന്ഥാവുകളാണ്, അല്ലെങ്കിൽ അതിനുള്ള വ്യൂഹപഥങ്ങളാണ് ഏത് സ്രോതസ്സുകൾ. അപ്പം സ്രോതസ്സിന് മറ്റൊരു പര്യായം ഖം എന്നുകൂടിയാണ്. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള സ്രോതസ്സുകളൊക്കെ സൗഖ്യമായ അവസ്ഥയിൽ, അല്ലെങ്കിൽ സുഖകരമായ അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ച ഭാവത്തിൽ തുടരുന്നതിനാണ് സുഖം. നേരെ തിരിച്ച് ദുഃഖം എന്ന് പറഞ്ഞാലോ, ദുഃഖം എന്ന് പറഞ്ഞാൽ സ്രോതസ്സുകൾ, ശരീരത്തിന്റെ ഭാവങ്ങളെ, ശാരീരിക ഭാവങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന വഴികളിലൊക്കെ തടസ്സമോ രോധമോ അതിന്റെ പ്രവൃത്തി നേരവണ്ണം ആവാത്ത അവസ്ഥയ്ക്ക് ദുഃഖം എന്ന് പറയുന്നത്. അപ്പം ആരോഗ്യം, സുഖം എന്ന് പറഞ്ഞ വാക്കുകൊണ്ടോട് ആരോഗ്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള ഒരു അന്തരാർത്ഥം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പൊ സുഖത്തിന് കാരണം നല്ല നിദ്രയാണെങ്കിൽ, കൃത്യമായ നിദ്രയാണെങ്കിൽ അത് സുഖത്തിന് കാരണമാകും. അസ്വസ്ഥമായ നിദ്ര അല്ലെ പിഴച്ച നിദ്ര ദുഃഖത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ഈ സുഖം എന്ന് പറയുമ്പോൾ ശാരീരിക ഭാവങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന പന്ഥാവുകളൊക്കെയും കൃത്യമായി യാതൊരു തടസ്സങ്ങളില്ലാതെയും അതിന്റെ പ്രവൃത്തിയുടെ ഏറ്റവും മികച്ച ഉന്നതമായ അവസ്ഥയിൽ തുടരുന്ന അവസ്ഥയ്ക്ക് സുഖം എന്നും അല്ലെങ്കിൽ സൗഖ്യം എന്നും പറയാം. അതിന് ഈ പറഞ്ഞ ഈ വഴികൾക്ക് പിഴവ് പറ്റുകയോ തടസ്സം പറ്റുകയോ അതിന്റെ പ്രവൃത്തി നേരവണ്ണം അല്ലാതെ ആകുന്ന അവസ്ഥയ്ക്ക് ദുഃഖം എന്ന് പറയാം. അപ്പം നിദ്ര നല്ലവണ്ണമായാൽ, ഉറക്കം നല്ലവണ്ണമായി കഴിയുന്ന സ്രോതസ്സുകളുടെ സൗഷ്ഠവും സ്രോതസ്സുകളുടെ തടസ്സമില്ലാത്ത പ്രവൃത്തിയും നടക്കുന്നുണ്ട്. ഇനി ഉറക്കം പിഴച്ചതായാലോ ഈ സ്രോതസ്സുകളുടെ പ്രവൃത്തിയെ താറുമാറാക്കും എന്നുള്ളൊരു സൂചനയും നൽകുന്നു. അപ്പം നിദ്രായത്തം സുഖം ദുഃഖം. പുഷ്ടി കാർഷ്യം, അപ്പൊ കൃത്യമായി കഴിക്കപ്പെടുന്ന ആഹാരം അല്ലെങ്കിൽ ശാരീരിക ഭാവങ്ങളൊക്കെ തന്നെയും വേണ്ടവണ്ണം എത്തുന്ന രീതിയിൽ സ്രോതസ്സുകൾ നിർത്തുന്നത് ഈ ഉറക്കത്തിന്റെ ഒരു സ്വഭാവമാണ് നമ്മൾ കണ്ടു. അപ്പൊ ഉറക്കം വേണ്ടവണ്ണമായി കഴിഞ്ഞാൽ ശരീരത്തിലെ സ്രോതസ്സുകൾ അല്ലെ വ്യൂഹന പന്ഥാക്കൾ, വഴികൾ അല്ലെ വഴികൾ എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരീരത്തിലെ ഭാവങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന വഴികൾ, അത് സൂക്ഷ്മങ്ങളായാലും സ്ഥൂലങ്ങളായാലും അവ നേരവണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ഉറക്കത്തിനുണ്ട്. അപ്പം അങ്ങനെ ഈ സ്രോതസ്സുകൾ നേരാവണ്ണം ഇരുന്നു കഴിഞ്ഞാൽ ഈ സ്രോതസ്സിൽ കൂടെ വഹിക്കപ്പെടുന്ന ശാരീരിക ഭാവങ്ങളൊക്കെ ശരീരത്തിന് ബലത്തിന് കാരണമായി, പുഷ്ടിക്ക് കാരണമായി തീരുന്നു. എന്നാലോ ഈ സ്രോതസ്സുകൾക്ക് തടസ്സം വരികയോ അല്ലെ അതിന്റെ പ്രവൃത്തി വികലമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ കാർഷ്യം, കൃശത, അതായത് മെലിച്ചിൽ, അതായത് എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ പിടിക്കായിക വരുന്നു എന്നുള്ളതും ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വിശദീകരണത്തിലേക്ക് കുറച്ചുകൂടെ വ്യക്തമാവുന്നു. ആ പുഷ്ടിക്കാർഷ്യം, ബലാബലം, നല്ല ഉറക്കം ശരീരത്തെ ബലമുള്ളതാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിന് ബലത്തെ ആധാരം ചെയ്യുന്നു. എന്നാലോ ഉറക്കമില്ലായ്മ, ഉറക്കത്തിലുള്ള തകരാറുകൾ ബലത്തിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം നിദ്രായത്തം സുഖം ദുഃഖം പുഷ്ടിക്കാർഷ്യം ബലാബലം വൃഷത ക്ലീബത ജ്ഞാനം. വൃഷത്വത്താണ് വൃഷത എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന സാമർഥ്യം. വൃഷത്വം, വൃഷ്യത്വം, അതിന് അഫ്രോഡീസിയാക് പ്രോപ്പർട്ടി എന്നൊക്കെ പറയും, വാജീകരണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ചില ദ്രവ്യങ്ങളുണ്ട്, അവയ്ക്ക് പ്രത്യുൽപാദനക്ഷമതയെ വർദ്ധിപ്പിക്കുവാൻ കെൽപ്പുള്ളവയാണ്. അപ്പൊ അങ്ങനെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ദ്രവ്യങ്ങളെ വിനിയോഗിച്ചുകൊണ്ടുള്ള ഉന്നത നിലവാരത്തിലുള്ള സന്താനങ്ങളുടെ ലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിട്ടയായ പ്രയോഗത്തിനാണ് വാജീകരണം എന്ന് ആയുർവേദത്തിൽ പറഞ്ഞത്. അപ്പൊ ശരിക്കും നല്ല ഉറക്കത്തിനൊരു വാജീകരണത്തിന്റെ പ്രയോജനം കൂടെ ചെയ്യാൻ കഴിയുമത്രേ. അതായത് നല്ലവണ്ണം ഉറങ്ങുകയാണെങ്കിൽ ശാരീരിക ഭാവങ്ങളുടെ ഉൽപാദനം സ്വാഭാവികമാവുകയും അതിന്റെ ഫലമായി എന്ത് തന്നെ സംഭവിക്കും, ഈ പറഞ്ഞ വൃഷ്യത്വം അല്ലെ പ്രത്യുൽപാദന
സൗഷ്ഠവം ലഭിക്കും. എന്നാലോ ഈ ഉറക്കത്തിലുള്ള തരക്കേട് പ്രത്യുൽപാദന വൈഷമ്യത്തിന് കാരണം വൃഷത, ക്ലീബത. ക്ലീബത എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന ക്ഷമത ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഹർഷമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ പ്രത്യുൽപാദന ക്ഷമത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ക്ലീബത, വൃഷത, ക്ലീബത. ജ്ഞാനമജ്ഞാനം. ജ്ഞാനമുണ്ടാകുന്നു. നല്ല ഉറക്കം. നമുക്കറിയാം, ഒരു പരസ്യം തന്നെ ഉണ്ട്. ഏതോ ഒരു പരസ്യം, ഏതോ ബുദ്ധിമാനായ പരസ്യക്കാരൻ ആ പരസ്യം തന്നെ ഒരു പരസ്യവാചകമാക്കി, ഞാൻ ഉറങ്ങി പരീക്ഷ പാസ്സായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് എന്റെ അന്തരാർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ, പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുവാനും പരീക്ഷയിൽ കൃത്യമായി, ഇപ്പൊ പരീക്ഷാ വേളയിലൊക്കെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, വെറുതെ ഉറക്കം വിളിച്ചിട്ട് കാര്യമില്ല, കൃത്യമായിട്ട് ഉറങ്ങിയിട്ട് തന്നെ വരണം എന്നാണ് കുട്ടികളോട് പറയുക. പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ ഉറക്കം വിളിച്ച് പരീക്ഷ കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ വന്ന് പഠിച്ചതൊന്നും നേരാവണ്ണം ആ, പരീക്ഷയിലേക്ക് അല്ലെങ്കിൽ സന്നിവേശിപ്പിക്കാൻ പറ്റാത്ത സന്ദർഭം നമ്മൾ കണ്ടുവരുന്നു. അപ്പൊ കുട്ടികളോട് പറയാം നല്ലവണ്ണം ഉറങ്ങിയിട്ടൊക്കെ വരാൻ. അപ്പൊ നല്ലവണ്ണം നമ്മുടെ ബുദ്ധി നേരവണ്ണം പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായി ഉറക്കം വേണം. അപ്പം കൃഷത, ക്ലീബത, ജ്ഞാനം, അജ്ഞാനം. ഇനിയോ ഉറക്കം നല്ലവണ്ണം ആവാത്ത ഒരാൾക്ക് ഈ പറഞ്ഞ അവരുടെ ബുദ്ധി നേരവണ്ണം പ്രവർത്തിക്കില്ല, അല്ലെ ബൗദ്ധികമായ പ്രവർത്തനത്തിൽ വ്യാപരിക്കുന്നതിനുള്ള ക്ഷമത നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള സൂചന നൽകുന്നു. ഇപ്പൊ വൃഷത, ക്ലീബത, ജ്ഞാനം, അജ്ഞാനം. ജീവിതം നച്ച, ജീവിതം നച്ച. ജീവനെ നിലനിർത്തുന്നത് നല്ല ഉറക്കമാണ്. ജീവനെ ഇല്ലാതാക്കുന്നതും ഉറക്കത്തിന്റെ തരക്കേടുകളാണ്. അപ്പൊ നോക്കൂ, ഇത് ഒരേ സംഗതി തന്നെ, ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെ കാണാവുന്നതാണ്. വേണ്ടവണ്ണം നേരവണ്ണം വിനിയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ശരീരത്തിൽ ഗുണകരമായി തീരുകയും, എന്നാലോ അത് വേണ്ടവണ്ണം അല്ലാതെ ശരീരത്തിന് ഹാനികരമായി തീരുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഉറക്കം. അതുകൊണ്ട് തന്നെയാണ് ഈ 3 കാര്യങ്ങൾ, ആഹാരം, നിദ്ര, ബ്രാഹ്മചര്യം, ഇത് 3ഉം വേണ്ടവണ്ണമായി കഴിഞ്ഞാൽ ശരീരത്തെ ആരോഗ്യപരമായി നിലനിർത്താം എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ കൂടെ വേണേൽ കൂട്ടിച്ചേർക്കാവുന്ന ഒരു സംഗതി ഉണ്ട്, അത് വ്യായാമം കൂടിയാണ്. അപ്പൊ വ്യായാമത്തെ കൂടെ ഇതിനോട് ചേർത്ത് കഴിഞ്ഞാൽ ത്രയ ഉപസ്തംഭം എന്നുള്ളത് ചതുര ഉപസ്തംഭം ആക്കി കഴിഞ്ഞാൽ തെറ്റില്ല തന്നെ. ഇന്നത്തെ കാലത്ത് ഇപ്പം ആയുർവേദ മേഖലയിലെ ഒരു വളരെ ആദരിക്കപ്പെടുന്ന ഒരു ആചാര്യനാണ് അന്തരിച്ച വൈദ്യഭൂഷണം പത്മഭൂഷൺ വൈദ്യഭൂഷണം രാഘവൻ ചുരുപ്പാട്. അപ്പൊ അദ്ദേഹം ഇത് ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആയുർവേദത്തിലെ ഗ്രന്ഥമായിട്ടുള്ള അഷ്ടാംഗ സംഗ്രഹത്തിന്റെ വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അത് നൂറ്റാണ്ടുകൾക്ക് ഒരു 50 വർഷത്തിന് മുന്നേ തന്നെ എഴുതിയിട്ടുണ്ട്. 70-കളിലൊക്കെയാണ് അദ്ദേഹം ഇത് എഴുതുന്നത്, 78-ല്. അപ്പൊ ആ സമയത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ഈ പറഞ്ഞ ത്രയോപസ്തംഭത്തോടൊപ്പം തന്നെ കൂട്ടി പരിഗണിക്കേണ്ട മറ്റൊന്നാണ് വ്യായാമം. അപ്പൊ ഇന്നത് ആധുനിക ലോകവും ആയുർവേദ ലോകവും ഒക്കെ അംഗീകരിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വ്യായാമത്തെ കൂടെ പരിഗണിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പം ഉറക്കം അത്ര പ്രധാനമാണ്. ശരീരത്തിന്റെ ആരോഗ്യകരമായ സൗഷ്ഠവത്തിനും നിലനിൽപ്പിനും ഏറ്റവും അനിവാര്യമായ ഒരു പ്രക്രിയയാണ് ഉറക്കം എന്നുള്ളത്. അത് മാത്രമല്ല, നോക്കിക്കഴിഞ്ഞാൽ ദൈനംദിനമായിട്ടുള്ള ചയാപചയ പ്രക്രിയയുടെ ഭാഗമായിട്ട് നമ്മൾ പകല് അനുവർത്തിച്ചു വരുന്ന ശാരീരിക മാനസിക പ്രവൃത്തികളുടെ ഫലമായിട്ടുണ്ടാകുന്ന കോശത്തിന്റെ ക്ഷതം, ടിഷ്യൂ ഡാമേജ് എന്നൊക്കെ വേണമെങ്കിൽ തർജ്ജമ ചെയ്യാൻ തോന്നും. അതിനെ പരിഹരിക്കുവാനായിട്ട് ഏറ്റവും സ്വാഭാവികമായ പ്രക്രിയയാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ ശരീരത്തിനുണ്ടായിട്ടുള്ള അന്നത്തെ ദിവസം, അന്ന് പകൽ ചെയ്ത പ്രവർത്തികളുടെ ഫലമായി ശാരീരിക കോശങ്ങൾക്കോ അല്ലെ ശാരീരിക ഭാവങ്ങൾക്കോ അവയവങ്ങൾക്കോ ഉണ്ടായിട്ടുള്ള കേടുപാടുകളും തളർച്ചകളും സ്വാഭാവികമായി പരിഹരിക്കപ്പെട്ടു വരുന്നു. ഒരു പൈസയുടെ ചെലവില്ല, കൃത്യമായി ഉറങ്ങണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉറക്കം എന്ന് പറയുന്നത് തോന്നിയ പോലെ നടപ്പിലാക്കേണ്ട, അല്ലെങ്കിൽ ഒരു ചിട്ടയില്ലാതെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ചെയ്യേണ്ട ഒരു സംഗതിയല്ല. ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മൾ നിരീക്ഷിക്കാൻ മനസ്സിലാക്കുന്നത്, ശരീരം എപ്പോഴും താളാത്മകമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനമാണ്. അതായത് ഒരു താളത്തിൽ പോയി കഴിഞ്ഞാൽ പോകാൻ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു താളത്തിൽ പോവുകയും ആ പരിശീലിക്കപ്പെട്ട താളത്തോട് ഇണങ്ങി മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ജൈവ സംവിധാനം നമുക്ക് കണ്ടാൽ. അതുകൊണ്ടാണ് നമുക്കിപ്പോ രാത്രി ഉറങ്ങി ശീലിച്ച ഒരാൾക്ക് ഇപ്പൊ സ്വാഭാവികമായി ഉറങ്ങുന്ന സമയമാകുമ്പോൾ ഉറക്കം വരും. ഉറക്കത്തിനുള്ള എന്താ പറയാ, ഉറക്കത്തിനുള്ള വേഗം, ആയുർവേദത്തിൽ ഉറക്കത്തിന് നിദ്രാ വേഗം എന്നാ പറയാം. വേഗം എന്ന് പറഞ്ഞാൽ ദൈനംദിന ചയാപചയ പ്രക്രിയയുടെ അതിന്റെ ഭാഗമായി സ്വാഭാവികം ഉണ്ടായി വരുന്ന ശാരീരിക മാനസികമായ പ്രവർത്തികളെ നമ്മളുടെ നിയന്ത്രണങ്ങൾക്കും പുറത്തു നിന്നുകൊണ്ട്, അതിനെ വോളണ്ടറി എന്ന് ഇൻവോളണ്ടറി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഇച്ഛയ്ക്ക് അതീതമായി തന്നെ പ്രവർത്തിച്ചു വരുന്ന ചില ചോദനകളുണ്ട്. ആ ചോദനകളെയാണ് വേഗങ്ങൾ എന്ന് പറയുന്നത്. മൂത്രവേഗം,
മിക്യുറേഷൻ അർജ്, ഡിഫിക്കേഷൻ അർജിന് പുരീഷവേഗം, ശ്വാസവേഗം, കാസവേഗം, നിദ്രാവേഗം. അപ്പൊ നിദ്രാവേഗം എന്ന് പറയുന്നതും ഈ പറഞ്ഞ ശരീരം നൽകുന്ന ഒരു വിളിയാണ്. അതായത് ഇനി എന്റെ ശരീരത്തിന് ഇന്നത്തെ ശാരീരിക പ്രവൃത്തികളും മാനസിക പ്രവൃത്തികളും എനിക്ക് കൂടുതൽ തളർച്ച നൽകിയിട്ടുണ്ട്. ഈ തളർച്ച മാറണമെങ്കിൽ എന്നെ വിശ്രമത്തിലേക്ക് നയിക്കണം എന്നുള്ള ഒരു വിളിയാണ് ശരീരം. അങ്ങനെയുള്ള വിളികളെയാണ് നമ്മൾ വേഗങ്ങൾ എന്ന ആയുർവേദത്തിൽ പറയുന്നത്. വേഗമല്ലേ ചോദനകൾ എന്ന് പറയും. ശാരീരിക ചോദനമുണ്ട്, മാനസിക ചോദനമുണ്ട്. ഇപ്പൊ ദ്വേഷവും ക്രോധവും ഭയവും ശോകവും ഒക്കെ ഈ മാനസിക വേഗങ്ങളാണ്. അങ്ങനെയുള്ള വേഗങ്ങളെ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണെന്നും ഈ ശാരീരിക വേഗങ്ങളായിട്ടുള്ള സ്വേദമൂത്ര പുരീഷം, നിദ്ര, കാസശ്വാസാദികളെയും ഒക്കെ ഛർദി വേഗമുണ്ട്, ശുക്രവേഗമുണ്ട്. ശുക്രത്തിന്റെ ശരീരത്തിൽ സഞ്ചിതമായി കഴിഞ്ഞാൽ പുറത്തു പോകാനുള്ള ഒരു ശ്രമം അത് ഒരു പരിധി കഴിഞ്ഞാൽ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വേഗങ്ങളെ തടഞ്ഞു വെക്കരുത്, ശാരീരിക വേഗങ്ങളെ തടയരുത്, മാനസിക വേഗങ്ങളെ പരിധിയിലാക്കി നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു വേഗങ്ങളിൽ പെടുന്ന ഒന്നും കൂടിയാണ് നിദ്ര അല്ലെ ഉറക്കം. അപ്പൊ ഉറക്കം നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ടു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടുള്ള ദൈനംദിന ശാരീരിക മാനസിക പ്രവൃത്തികളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ക്ഷീണത്തെയും തളർച്ചയെയും സ്വാഭാവികം ഒരു ചെലവുമില്ലാതെ പരിഹരിച്ചു തരുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ശീലിക്കപ്പെട്ട് ചിട്ടയോടുകൂടി വന്നു കഴിഞ്ഞാൽ നടത്താവുന്ന ഒരു പ്രക്രിയയാണ് നിദ്ര. അപ്പം നമ്മൾ പഠിച്ചു, നമ്മൾ കണ്ടത് നിദ്രായത്തം സുഖം ദുഃഖം പുഷ്ടികാർശ്യം ബലാബലം വൃഷത ക്ലീബത ജ്ഞാനം അജ്ഞാനം ജീവിതം വെച്ച. മാത്രമല്ല ഈ ഓരോ സമയത്തപ്പം നമ്മൾ പകലുറങ്ങുന്നവരുണ്ട്, രാത്രി ഉറങ്ങുന്നവരുണ്ട്, രാത്രി ഉറക്കമിളയ്ക്കുന്നവരുണ്ട്. തൊഴിലിന്റെ ഭാഗമായിട്ട് രാത്രി ഉറക്കമിളയ്ക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഞങ്ങൾ എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളിലേക്കൊന്ന് കടക്കാം. രാത്രോ ജാഗരണം രൂക്ഷം സ്നിഗ്ധം പ്രസ്വപനം ദിവ അരൂക്ഷം അനഭിഷ്യന്തി ദ്വാസീന പ്രജലായുധം. ഇത് അടുത്തൊരു ശ്ലോകം. അപ്പൊ ആദ്യം നമ്മൾ നിദ്രയുമായി ബന്ധപ്പെട്ട് പഠിച്ച ആദ്യത്തെ സുഭാഷിതം ഇതാണ്. നിദ്രായത്തം സുഖം ദുഃഖം പുഷ്ടികാർശ്യം ബലാബലം വൃഷത ക്ലീബത ജ്ഞാനം അജ്ഞാനം ജീവിതം വച്ച. അപ്പം ഇത് നേരവണ്ണം സേവിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആരോഗ്യത്തിന്റെ, ബലത്തിന്റെ, ജ്ഞാനത്തിന്റെ, സൗഖ്യത്തിന്റെ, സ്രോതസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ശരീരത്തിന്റെ ശാരീരിക ഭാഗങ്ങളെ സഞ്ചലന പന്ഥാവല്ലെ സഞ്ചലനത്തിനുള്ള വഴിയാണ്, സഞ്ചലന പഥങ്ങളാണ്. സൂക്ഷ്മങ്ങളുമാവാം സ്ഥൂലങ്ങളും. അതുകൊണ്ട് സൂക്ഷ്മ സ്രോതസ്സുകളുണ്ട്, സ്ഥൂല സ്രോതസ്സുകളും ഉണ്ടെന്നായി പറയും. സ്ഥൂല സ്രോതസ്സുകളൊക്കെ ഈ പറഞ്ഞ സ്ഥിരാധമനികളൊക്കെ ആയിട്ട് നമുക്ക് കാണാറൊക്കെ പറ്റുന്നുണ്ട്. മറ്റേ സൂക്ഷ്മ സ്രോതസ്സുകളെ അവയുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് അനുമിക്കാനേ പറ്റുക. ചില സ്ഥലത്ത് ഒരു സംഗതി ഒരു ഭാഗത്തെത്തുന്നു, അത് പരിണമിച്ച് മറ്റൊന്നായി തിരിയുന്നുമുണ്ട്. അപ്പൊ തിരിഞ്ഞു വന്ന സംഗതിയെ കാണാൻ അകത്തേക്ക് പോയ സംഗതി. അപ്പൊ ഇതിനെ പരിണമിച്ചു വരാൻ എന്തായാലും ഒരു സൂക്ഷ്മമായ ഗോചരം പ്രത്യക്ഷ ഗോചരമല്ലാത്തൊരു വഴി ഉണ്ടാകണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള വഴികളെ സൂക്ഷ്മ സ്രോതസ്സുകൾ എന്ന് പറയും. ഇനി അതല്ല, പഠനവേളയിലൊക്കെ കീറി മുറിച്ചൊക്കെ പഠിക്കുന്ന വേളയിൽ നമുക്ക് തുറന്നു കാണുന്ന ചില ശാരീരിക ഭാഗങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന സൂക്ഷ്മമായിട്ടുള്ള വഴികൾ, സ്ഥൂലമായിട്ടുള്ള വഴികൾ, സ്ഥൂല സ്രോതസ്സുകൾ എന്നൊക്കെ. അപ്പൊ ഈ നിദ്രയുടെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഭാവങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന വഴികളുടെ സൗഷ്ഠവം വെച്ചാൽ വേണ്ട പോലെയുള്ള നില, അത് തടസ്സമൊന്നുമില്ലാതെ പ്രവർത്തന സജ്ജമായി അതിൽ കൂടെ വഹിച്ചു കൊണ്ടുപോകുന്ന ഭാഗങ്ങളെ യഥാസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുകയും അവിടുന്ന് പുറന്തള്ളപ്പെടേണ്ട സാധനം എത്തിച്ച് പുറന്തള്ളുകയും ഒക്കെ ചെയ്യുന്നു. അതാണ് ഒരു കൃത്യമായ പ്രവൃത്തി. അകത്തേക്ക് എടുക്കുന്നു, അകത്ത് വേണ്ടത് പരിണമിച്ച് ശരീരത്തിന്റെ ഭാഗമാക്കുന്നു, ഭാഗമാക്കിയതിനു ശേഷം ശരീരത്തിന് ആഗിരണം ചെയ്യപ്പെടേണ്ടവ ആഗിരണം ചെയ്യപ്പെടുന്നു, ആഗിരണം ചെയ്യപ്പെട്ടതിന് ശേഷം പുറന്തള്ളപ്പെടേണ്ടവ പുറന്തള്ളപ്പെടുന്നു. ഇത് നേരവണ്ണം നടന്നു കഴിഞ്ഞാൽ ആരോഗ്യമായി. അപ്പൊ ഇതാണ് സാമാന്യമായി പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഉറക്കത്തിന്റെ സ്വഭാവം. രാത്രോ ജാഗരണം. ജാഗരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഇളക്കലിനെയാണ് ജാഗരണം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ജാഗരണം, രാത്രി ജാഗരണം, രാത്രി സ്വാഭാവികം ഉറങ്ങേണ്ട, രാത്രിയിലുള്ള ഉറക്കത്തിന് ഭൂതധാത്രി, സ്വാഭാവികമായിട്ടുള്ള രാത്രിയിലുള്ള ഉറക്കത്തിന് ഭൂതധാത്രി എന്നൊരു പേരും കൂടെ പറയും. അപ്പം ഭൂതധാത്രി എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭൂതം എന്നുള്ള വാക്കിന് ആയുർവേദത്തിൽ ശരിക്കും സാധാരണ അതിന് പല അർത്ഥങ്ങളുണ്ട്. ഭൂതം എന്ന് പറഞ്ഞാൽ ഉള്ളതെന്നാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ ഉള്ളതിനൊക്കെയും അമ്മയെ പോലെ ആയത് എന്നുള്ള അർത്ഥത്തിലാണ് ഭൂതധാത്രി. രാത്രിയുള്ള അതിന് വേറെ പേരുള്ളത് രാത്രി സ്വഭാവ പ്രഭവമായ നിദ്ര. രാത്രിയുടെ സ്വഭാവം കൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്നു. രാത്രിക്ക്
രാത്രി ഇരുണ്ട അന്തരീക്ഷമാണ്. അപ്പൊ ഇരുണ്ട അന്തരീക്ഷം ത്തിൽ സ്വാഭാവികമായി ശരീരം വിശ്രമത്തിലേക്ക് പോകുന്നു. അങ്ങനെ വിശ്രമത്തിലേക്ക് പോകാൻ ശരീരം തയ്യാറായി വരുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഉറക്കത്തിനെയാണ് രാത്രി സ്വഭാവ പ്രഭവമായ നിദ്ര. രാത്രി സ്വഭാവം കൊണ്ട് തന്നെ സ്വാഭാവികമായി വരുന്ന നിദ്രയെ രാത്രി സ്വഭാവ പ്രഭവമായിട്ടുള്ള നിദ്ര. അതിന്റെ മറ്റൊരു പര്യായമാണ് ഭൂതധാത്രി. ഭൂതം എന്ന് വെച്ചാൽ ഉള്ളതെന്നർത്ഥം. ഭൂസത്തായാം എന്നുള്ള സംസ്കൃത ഒരു നിരുക്തി വരും. സത്തയുള്ളത് എന്താണോ, എക്സിസ്റ്റൻസ് ഉള്ളത് എന്താ നിലനിൽപ്പുള്ളത് എന്താണോ അതിനെയാണ് ഭൂതം എന്ന് പറയുന്നത്. അപ്പം സത്തയുള്ള സംഗതി ശരീരത്തിൽ നിലനിൽക്കുന്ന വസ്തുക്കളിലേക്കൊക്കെയും അമ്മയെ പോലെ എന്താ ഈ അമ്മയുടെ പ്രവർത്തനം വെച്ചാൽ, അമ്മ എല്ലാ കാലത്തിലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും കൃത്യമായ പോഷണം ചെയ്യുന്നവളാണ്. അതുകൊണ്ട് അമ്മയെ പോലെ ഇപ്പൊ ശരീരത്തിൽ വന്ന ചയാപചയ, അതാണ് നേരത്തെ പറഞ്ഞത്, ശരീരത്തിലെ ചയാപചയ പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടായ കേടുപാടുകളെ തീർത്തുകൊണ്ട് അവയ്ക്ക് പുനർജനിയെ നൽകുന്നത്, ഒരു പുനർജന്മത്തെ നൽകുന്നത്, അതിന് ഒരു ഒരു നവീകരണം നൽകുന്ന പ്രക്രിയയാണ് ഉറക്കം. അതുകൊണ്ടാണ് ഉറക്കം എത്ര മണിക്കൂർ, എത്ര സമയം വേണമെന്നൊക്കെ ഇനി അടുത്ത ചോദ്യമുണ്ട്. അപ്പം അത് അവിടെയും ഈ ഒരു കൃത്യം 6 മണിക്കൂറാണോ 8 മണിക്കൂറാണോ അതോ 12 മണിക്കൂറാണോ എന്നുള്ളതിനേക്കാൾ ഉപരി അതൊക്കെ നിർണ്ണയിക്കപ്പെടേണ്ടത് വളരെ വസ്തുനിഷ്ഠമായ ആത്മനിഷ്ഠമായ ചില സങ്കേതങ്ങൾ വെച്ചിട്ടാണ്. സ്വാഭാവികമായി രാത്രിയിൽ ഉറങ്ങണം, രാത്രിയിൽ വിശ്രമിക്കേണ്ടതുണ്ട്. അവ ഉറങ്ങി എഴുന്നേറ്റാൽ ഉണർവ് തോന്നിയാൽ അത് പര്യാപ്തമായ ഉറക്കത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ്. അത് എത്ര നേരം ഉറങ്ങിയാലാണോ ഉണർന്നെഴുന്നേറ്റാൽ ഉണർവ് തോന്നുന്നത്, ഉറങ്ങി എഴുന്നേറ്റാൽ ഉണർവ് തോന്നുന്നത് എത്ര നേരത്തെ ഉറക്കം കൊണ്ടാണോ അതാണ് പര്യാപ്തമായ അളവിലുള്ള നിദ്ര. ഇത് ഓരോ കാലാവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ഋതുക്കൾ അനുസരിച്ച് മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ വേനൽക്കാലത്തൊക്കെ രാത്രിയുടെ ദൈർഘ്യം കുറവായി, വളരെ താമസിച്ച് മാത്രമേ രാത്രിയാവുകയും വളരെ പെട്ടെന്ന് തന്നെ പുലർച്ചെയാവുകയും ചെയ്യുന്ന ഒരു വേള നമുക്ക് വേനൽക്കാലത്തൊക്കെ. എന്നാൽ തണുപ്പ് കാലത്ത് ഇപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 6-6:15 ആകുമ്പോഴത്തേക്ക് ഇരുളടഞ്ഞു തുടങ്ങും. എന്നിട്ടോ പുലർച്ചെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് 6-6:30 കഴിയുമ്പോഴാണ് ശരിക്കും ആകാശം തെളിഞ്ഞ് അല്ലെ പുലർച്ചയുടെ ഒരു സൂര്യനൊക്കെ നല്ലവണ്ണം വ്യക്തമായി വരും. അപ്പൊ നോക്കൂ, ഉറങ്ങാനുള്ള സമയം അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള സമയം കുറച്ച് അധികമായി തന്നെ കിട്ടുന്നുണ്ട് തണുപ്പ് കാലം. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞോട്ട് ഈ അത്രയും അതുകൊണ്ട് തന്നെയാണ് ഈ തണുപ്പ് കാലം സ്വതവേ സാമാന്യമായിട്ട് തണുപ്പ് കാലത്തിന് നമ്മൾ ഏറ്റവും ശരീരത്തിന്റെ ബലമേറുന്ന കാലമായിട്ട് പരിഗണിക്കാറ്. കാലത്തെ തന്നെ ആയുർവേദം ഇങ്ങനെ 2 തരത്തിലാണ്, ആദാന കാലം എന്നും വിസർഗകാലം എന്നും പറയാം. ആദാന കാലം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചു അല്ലെങ്കിൽ ശരീരം ദുർബലമാവുന്ന ഒരു 6 മാസ കാലം, അതിനെ ആദാന കാലം. ശരീരത്തിനെ ബലം കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു അടുത്തൊരു 6 മാസം, അതിന് വിസർഗകാലം എന്ന് പറയും. തണുപ്പ് കാലമൊക്കെ സ്വതവേ വിസർഗകാലത്തിൽ പെടുന്നതായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പം വിസർഗകാലത്തിൽപ്പെടുന്ന ഹേമന്ത ശിശിരങ്ങൾ പോലെയുള്ള സമയം. അപ്പോൾ തണുപ്പ് കൊണ്ട് തന്നെ വലിയ പകലത്തെ വെയിലിന്റെ തീക്ഷ്ണത കുറവാണ്. മാത്രമല്ല രാത്രിയുടെ ദൈർഘ്യം ഏറുന്നുണ്ട്. അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കൂടുതൽ സമയം ഉറങ്ങാൻ കിട്ടുന്നത് മൂലവും എന്ത് സംഭവിക്കുന്നു, ഈ പറഞ്ഞ നിദ്രയുടെ പോഷണമായിട്ടുള്ള സ്വഭാവം അല്ലെ പ്രഭാവം വളരെ ഏറുന്നു. അതുകൊണ്ട് തണുപ്പ് കാലത്ത് അപ്പൊ നമ്മൾ വീണ്ടും ആ ചോദ്യത്തിലേക്ക്, എത്ര മണിക്കൂർ ഉറങ്ങണം, അത് അടിസ്ഥാനപരമായി ഓരോരുത്തരുടെ ശാരീരികവും തൊഴിൽപരവും ഋതുപരവും കാലാവസ്ഥാപരമായിട്ടുള്ള പ്രത്യേകത അനുസരിച്ച്. അപ്പൊ വേനൽക്കാലത്ത് കുറച്ചധികം ഉറങ്ങേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് പകൽ ഉറങ്ങാൻ അനുവദിച്ചിട്ടുള്ള ഋതുവായിട്ടാണ് വേനൽക്കാലത്തെ പറയുന്നത്. സാധാരണ വൃദ്ധന്മാർക്കും ബാലന്മാർക്കും ഗർഭിണികൾക്കും ഒക്കെ പകലുറക്കം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ പകലുറങ്ങുന്നത് അധികമായ പുഷ്ടിക്ക് കാരണമാകുന്നതാണ്. രാത്രോ ജാഗരണം രൂക്ഷം, അതാണ് നേരത്തെ പറഞ്ഞത്. രാത്രോ ജാഗരണം രൂക്ഷം സ്നിഗ്ധം പ്രസ്വപനം ദിവാസ്വപനം വെച്ചാൽ പകല് കിടന്നുറങ്ങലാണ്. പകല് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പുഷ്ടി വയ്ക്കും, സ്വതവേ തന്നെ ഉറക്കം കൊണ്ട് പുഷ്ടി വയ്ക്കും. എന്നാൽ പകൽ ഉറങ്ങുകയാണെങ്കിൽ പുഷ്ടി ഏറും എന്നുള്ളതാണ് അതിന്റെ താല്പര്യം. അപ്പോൾ എന്നാൽ രാത്രിയിൽ സ്വാഭാവികമായിട്ടുള്ള ഉറക്കം കൊണ്ട് നേരത്തെ പറഞ്ഞത് പരിപോഷണം സംഭവിക്കേണ്ടതാണ്. എന്നാൽ രാത്രിയിൽ ഉറക്കം ഇളച്ചു കഴിഞ്ഞാലോ വേണ്ടവണ്ണമുള്ള നേരത്തെ തന്നെ മനസ്സിലായി, ശരീരത്തിനുണ്ടായ കേടുപാടുകളും ക്ഷീണവും തളർച്ചയും മാറ്റിയെടുക്കാനുള്ള സ്വാഭാവിക പ്രക്രിയയാണല്ലോ രാത്രിയിലെ ഉറക്കം. അപ്പൊ രാത്രിയിൽ ഉറക്കം നേരാവണ്ണം ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കേടുപാടുകൾ തീരാതെ വരും. അങ്ങനെ ഈ പറഞ്ഞ കേടുപാടുകൾ ദിനം തോറും ഉറങ്ങാതെ ഇരിക്കുകയും പലതവണ ഉറക്കം ഇളക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഈ സഞ്ചിത ദോഷങ്ങളുടെ സഞ്ചയം, കേടുപാടുകളുടെ സഞ്ചയം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീർക്കാൻ പറ്റാത്തതാവുകയും അത് ക്രമത്തിൽ ശരീരത്തിന്റെ ദൗർബല്യത്തിന് കാരണമായിരിക്കും. അപ്പൊ സ്വാഭാവികം. അപ്പൊ അതുകൊണ്ടാണ് ശരീരം താളാത്മകമായി ഒരു റിതമിക് ആയിട്ട്, അതൊരു സർക്കേഡിയൻ റിതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
എപ്പോഴാണോ നിരന്തരം നമ്മൾ നമ്മുടെ ശരീരത്തെ ഉറങ്ങാനായിട്ട് പാകപ്പെടുത്തി പരിശീലിപ്പിച്ചിട്ടുള്ളത്, ആ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കം വരും. ആ സമയത്ത് നേരവണ്ണം ഉറങ്ങിക്കഴിഞ്ഞാൽ, ഉറക്കത്തിലേക്ക് വഴുതി കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും. ഇല്ലെങ്കിലോ പിന്നെ ഇനി അടുത്ത ഒരു ഇപ്പം REM NREM എന്നൊക്കെ പറഞ്ഞ ഉറക്കത്തിന്റെ പല ഘട്ടങ്ങളെ പറ്റി പറഞ്ഞു. ഐ മൂവ്മെന്റ് ഉള്ളത്, റാപ്പിഡ് ഐ മൂവ്മെന്റ്, നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉള്ള ഫേസ്. അപ്പം ഒരു മൂന്ന് നമ്മൾ ഒരു സൈക്കിളായി പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു രാത്രിയിൽ ഉറക്കത്തിന്റെ നമ്മളൊരു 3 സൈക്കിളിൽ കൂടെ കടന്നു പോകുന്നതൊക്കെയാണ് എനിക്ക് കണക്ക്. അപ്പം ഇത് അത് തന്നെ സൂചിപ്പിക്കുന്ന രണ്ട് ആയുർവേദത്തിൽ അതിനെ ആയുർവേദത്തിൽ നിന്നല്ല, ഒരു പൗരസ്ത്യ ദർശനത്തിൽ ഈ മാനസികാവസ്ഥയെ 3ആയി തിരിച്ച് പറയാറ്. സ്വപ്നം, ജാഗ്രത, സുഷുപ്തി എന്ന് പറഞ്ഞ 3 അവസ്ഥ. പിന്നെ 4മത് തുരീയം എന്ന് പറഞ്ഞ ഒരു യോഗികൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു അവസ്ഥയെ പറ്റിയുള്ള പരാമർശമൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ സാമാന്യമായി നമ്മൾ അംഗീകരിക്കുന്ന ഒരു സംഗതി സ്വപ്നാവസ്ഥ, സ്വപനം വെച്ചാൽ നിദ്രയോട് മറ്റേ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങുന്ന അവസ്ഥയ്ക്കാണ് സ്വപനം. ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത. സുഷുപ്തി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് സുഷുപ്തി. ഗാഢ സുഷുപ്തി എന്നൊക്കെ നമ്മൾ പറയും, ഡീപ് സ്ലീപ്പ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ഗാഢ സുഷുപ്തി വരണമെങ്കിൽ, അപ്പൊ ശരിക്കും എപ്പോഴിങ്ങനെ സ്വപ്നം ഉണ്ടാവുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും ശാരീരികമായ തളർച്ചയാണ് നിദ്രയിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മൾ പഠിച്ചു, ശാരീരികം മാത്രമല്ല മാനസികമായ തളർച്ചയും. അപ്പോൾ ശരീരത്തിലെ അവയവങ്ങളും കാല് പേശികളൊക്കെ അയഞ്ഞു തുടങ്ങുന്നു. ആ അയവ് ശാരീരികമായ അയവേ ആയിട്ടുള്ളൂ. അപ്പൊ ശരീരം ഉറക്കത്തിലേക്ക് വഴി തുടങ്ങും. പക്ഷെ അപ്പോഴും ആരുണർന്നിരിക്കുന്നു? മനസ്സുണർന്നിരിക്കും. അപ്പം മനസ്സും കൂടെ അടങ്ങിയാൽ, മനസ്സൂടെ അടങ്ങിയാൽ മാത്രമേ ഉറക്കം പൂർണ്ണമായുള്ളൂ. അപ്പോഴേ നമ്മൾ ഗാഠനിദ്രാവസ്ഥയിലേക്ക് കടക്കുകയുള്ളൂ. ഡീപ് സ്ലീപ്പ് അല്ലെങ്കിൽ ഡീപ് സ്ലീപ്പ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. അപ്പം സുഷുപ്തി അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗാഠനിദ്രാവസ്ഥയ്ക്കാണ് സുഷുപ്തി എന്ന് പറയുന്നത്. സ്വപനം എന്ന് പറഞ്ഞാൽ സ്വപ്നാവസ്ഥ, ജാഗ്രത അവസ്ഥ, സുഷുപ്തി. സ്വപ്നാവസ്ഥ എന്ന് പറഞ്ഞാൽ ശാരീരികമായി നമ്മൾ മറ്റേ വിശ്രമത്തിലാണ്, പ്രവൃത്തിയിൽ നിന്നൊക്കെ വിരമിച്ചിരിക്കുകയാണ്. പക്ഷെ മനസ്സപ്പോഴും അടങ്ങിയിട്ടില്ല. മനസ്സപ്പോഴും സക്രിയമായി വളരെ സജീവമായി നിൽക്കും. മനസ്സിന്റെ സജീവത കൂടെ ഒന്ന് അടങ്ങിയാൽ മാത്രമാണ് ഗാഠനിദ്രയിലേക്ക് പോകുക. അതുകൊണ്ടാണ് ഈ എങ്ങനെയാണ് രാത്രിയിൽ നമ്മൾ സ്വപ്നം കാണുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട്. മനോവാസ്രോതസ്സുകളിൽ ഈ തമസിന്റെയും ഒക്കെ ആവരണം എത്താതെ ദോഷങ്ങളെ കൊണ്ട് ദുഷ്ടമായിട്ട് പലതരത്തിലുള്ള എന്തൊക്കെയാണ് സ്വപ്നങ്ങൾക്ക് കാരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദൃഷ്ടം, കണ്ട സംഗതികൾ സ്വപ്നത്തിൽ വരാറുണ്ട്. ദൃഷ്ടം, ശ്രുതം, കേട്ടതിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവും. ദൃഷ്ടശ്രുത അനുഭൂതം, അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ സ്വപ്നങ്ങളുടെ വിഷയങ്ങളായി വരാറുണ്ട്. ദൃഷ്ടശ്രുതാനുഭൂതം പ്രാർത്ഥിതം, നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ ആ വിഷയങ്ങളും സ്വപ്നത്തിന്റെ ഭാഗങ്ങളായി വന്നതാണ്. ദൃഷ്ടം ശ്രുതാനുഭൂതം പ്രാർത്ഥിതം കൽപ്പിതം തഥാ. പ്രാർത്ഥിതം പ്രാർത്ഥിക്കപ്പെട്ടിട്ടുള്ള, ആഗ്രഹിക്കപ്പെട്ടിട്ടുള്ള. കൽപ്പിതം, കൽപ്പന എന്ന് പറഞ്ഞാൽ സങ്കല്പം എന്നാ. എന്തൊക്കെയാണോ നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് അതും സ്വപ്നത്തിന്റെ ഭാഗമാണ്. പിന്നെ ഭാവികം എന്ന് പറഞ്ഞാൽ ഭാവി സൂചകമായ ചില സ്വപ്നങ്ങളും വരും. അതിന് പ്രത്യേകിച്ച് വേറെ വിശദീകരണമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ യാദൃശ്യമായ ചില സ്വപ്നങ്ങൾ ഉണ്ടാവുന്നു. അവ വരാൻ പോകുന്ന ചില സംഗതികളെ സൂചിപ്പിക്കുന്നതായി വരുന്ന ഭാവികം. പിന്നെ ദോഷജം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ദോഷജം എന്ന് പറഞ്ഞാൽ ശാരീരിക ഭാവങ്ങളുടെ സൗഷ്ഠവമില്ലായ്മ മൂലം രോഗാവസ്ഥയിലൊക്കെ ചില സ്വപ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ ചില സ്വപ്നങ്ങൾ രോഗത്തെ സൂചിപ്പിക്കുന്നവയും ചിലവ ഈ സ്വാഭാവികമായ ശാരീരിക പ്രക്രിയകളെ സൂചിപ്പിക്കുന്നവയുമായിട്ട് പറയാം. അപ്പൊ അങ്ങനെ സ്വപ്നം 7 തരത്തിലുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ ആദ്യത്തെ 5 തരത്തിൽ പറഞ്ഞത് ദൃഷ്ടമായിട്ടുള്ള അനുഭവം, കണ്ട സംഗതി, ദൃഷ്ടം കണ്ട സംഗതികളെ പറ്റിയിട്ടുള്ള സ്വപ്നങ്ങൾ. ശ്രുതമായിട്ടുള്ള കേട്ട സംഗതികളെ പറ്റിയിട്ടുള്ള സ്വപ്നങ്ങൾ. അനുഭവിച്ചപ്പെട്ട സംഗതികളെ പറ്റിയുള്ള സ്വപ്നങ്ങൾ. പിന്നെ ആഗ്രഹിച്ചിട്ടുള്ള സംഗതികളെ ആധാരമാക്കിയുള്ള സ്വപ്നങ്ങൾ. പിന്നെയോ കൽപ്പിതം, സങ്കല്പിക്കപ്പെട്ടുള്ള സ്വപ്നം. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും അതിന്റെ ഒരു ഫലം വേറേതാണ്. അതത്ര വലിയ അപകടമുള്ളതൊന്നുമല്ല. പക്ഷെ അല്ലാത്ത ചില ഈ ഭാവികമായിട്ടുള്ള ചില സ്വപ്നങ്ങൾ, അല്ലെ ദോഷകരമായിട്ടുള്ള സ്വപ്നങ്ങൾ ചില രോഗങ്ങളുടെ സൂചകങ്ങളായിട്ടോ, രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടോ, അല്ലെങ്കിൽ രോഗങ്ങളുടെ തന്നെ പ്രോഗ്നോസിസ്, അതായത് പ്രോഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, അതായത് അതിന്റെ സാധ്യാസാധ്യത നിർണയത്തിലൊക്കെ സഹായിക്കുന്നവയായിട്ടൊക്കെ ആയുർവേദം പറയുന്നു. ഇതൊക്കെ നമ്മുടെ ഫ്രോയിഡിന്റെ ഒക്കെ സിദ്ധാന്തങ്ങളുടെ ഒക്കെ ചില അംശങ്ങളും ഒക്കെ ഇതിനകത്ത് കാണാവുന്നതാണ്. അപ്പം പറഞ്ഞു വന്നത് നിദ്രയെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ നിദ്രയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന, അപ്പൊ നിദ്രാവേളയിൽ ഇല്ലാത്ത, മനസ്സിനടക്കം വരാത്ത, മനസ്സടങ്ങാത്ത അവസ്ഥയിലാണ് ഈ സ്വപ്നങ്ങളൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ മനസ്സൂടെ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗാഠനിദ്രയിൽ പോയി കഴിഞ്ഞാൽ
നമ്മൾ ഉറങ്ങി അങ്ങനെ ഗാഠനിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥലകാല സമയബോധങ്ങളെ പറ്റി സമയത്തെ പറ്റിയോ സ്ഥലത്തെ പറ്റിയുള്ള ഒരു അവബോധമൊക്കെ ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും. മാത്രമല്ല വളരെയധികം ഉണർവോടുകൂടിയായിട്ട് എഴുന്നേൽക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ട്രെയിനിലൊക്കെ കയറി ടിക്കറ്റൊക്കെ കിട്ടി കസേര സീറ്റൊക്കെ കിട്ടി ഇരുന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങി. ഇപ്പം തിരുവനന്തപുരം തൃപ്പൂണിത്തുറയിൽ നിന്ന് കയറുന്നു, തിരുവനന്തപുരമാണ് ലക്ഷ്യം. നമുക്കറിയാം ഏകദേശം ഒരു 3-4 മണിക്കൂറോളം യാത്ര നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷെ അപ്പം കണ്ണു തുറന്ന് ഇരുന്നു, ടിക്കറ്റ് കിട്ടി, ഉറങ്ങി എഴുന്നേറ്റു, വളരെയധികം ദൂരം കടന്നു പോയിരുന്നു. പക്ഷെ ഈ കടന്നുപോയ ആ ദൂരത്തിന്റെ ഒരു സമയബോധം അല്ലെങ്കിൽ സമയദൈർഘ്യം നമുക്ക് അനുഭവപ്പെടുന്നതേ ഇല്ല. കാര്യം വെച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും ഒരേപോലെ എന്താ പറയാ നിശ്ചലമായെന്നല്ല വിശ്രമത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഗാഠസുഷുപ്തിയുടെ ഒരു അനുഭവത്തിനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പം നിദ്രായത്തം സുഖം ദുഃഖം പുഷ്ടിക്കാർശ്യം ബലാബലം വൃഷത ക്ലീബത ജ്ഞാനം അജ്ഞാനം ജീവിതം നജ എന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെന്താ പറഞ്ഞത്? രാത്രോ ജാഗരണം രൂക്ഷം. അപ്പം അതായത് രാത്രിയിൽ ഉറക്കമിളയ്ക്കുന്നത് ശരീരത്തിനെ ശോഷണത്തിലേക്ക് അല്ലെങ്കിൽ ശരീരം ശോഷിക്കുന്നതിന് കാരണമായി തീരും. രാത്രോ ജാഗരണം രൂക്ഷം സ്നിഗ്ധം പ്രസവനം ദിവ. അതിന് നേരെ വിപരീത സ്വഭാവമാണ് സ്നിഗ്ധം എന്നുള്ളത്. ശരീരത്തിനെ നറിഷ് ചെയ്യുന്നതാണ്, അതിനെ പുഷ്ടിപ്പെടുത്തുന്നതാണ് സ്നിഗ്ധം പ്രസവനം ദിവ. അപ്പൊ രാത്രിയിലെ ഉറക്കവും നല്ലവണ്ണം പുഷ്ടികരം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ പുഷ്ടികരമാണ് പകലത്തെ ഉറക്കം. രാത്രോ ജാഗരണം രൂക്ഷം സ്നിഗ്ധം എന്നാൽ രാത്രിയിലെ ഉറക്കം കെടുത്തിയാലോ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാല് രൂക്ഷത, ശരീരത്തിന് ശോഷണമാണ് വരാൻ സാധ്യത. അത് നമുക്കറിയാം. ഉറക്കമിളച്ച് നിരന്തരമായി ഉറക്കമിളച്ച ആൾക്കാർ, രോഗികളൊക്കെ വരുമ്പോൾ അവർ പ്രധാനമായിട്ട് പറയുന്ന തലവേദനയും ദേഹം വേദനയും ശാരീരിക ക്ഷീണവും തളർച്ചയും ഒക്കെയാണ്. അപ്പോൾ രാത്രോ ജാഗരണം രൂക്ഷം സ്നിഗ്ധം പ്രസോപനം ദിവ അരൂക്ഷം അനഭിഷ്യന്തി ദ്വാസീന പ്രജലായനം. അരൂക്ഷം വളരെ അധികം ശോഷണത്തെ ചെയ്യുന്നതുമല്ല, എന്നാൽ വല്ലാതെ ഈ നേരത്തെ പറഞ്ഞ ശാരീരിക ഭാവങ്ങൾക്കോ അതിനെ വഹിക്കുന്ന വഴികൾക്കോ ഒന്നും തടസ്സമുണ്ടാക്കാത്ത രീതിയിലുള്ള ഉറക്കമാണ്. ഇരുന്നുകൊണ്ട് ഉറങ്ങും. അങ്ങനെയും പറഞ്ഞു. ചില സമയത്തൊക്കെ നമ്മൾ ഇരുന്നുറങ്ങുന്നത് അത്ര വലിയ അപായകരമല്ല. എന്നാൽ പകല് കിടന്നുറങ്ങുന്നത് വളരെ പുഷ്ടികരമാണ്. രാത്രിയിൽ ഉറങ്ങുന്നത് സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിന്റെ കേടുപാടുകളെ തീർത്ത് ക്ഷീണത്തെ മാറ്റുന്നതാണ്. എന്നാൽ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്നത് ശരീരത്തിന് ഗുരുതരമായ ക്ഷീണത്തെ ഉണ്ടാക്കാനും ശോഷണത്തിന് കാരണമാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിലെ സ്വാഭാവിക നിദ്രയ്ക്ക് നേരത്തെ പറഞ്ഞു ഒരു പ്രത്യേക പേര് പറയുന്നു, ഭൂതധാത്രി. ഭൂതം എന്ന് വെച്ചാൽ ശരീരത്തിലുള്ള സംഗതികൾക്ക് എല്ലാത്തിനും അമ്മയെ പോലെയാണ് രാത്രിയുള്ള നിദ്ര. ഭൂതധാത്രി എന്നൊരു പേര്. പിന്നെ അതിന് മറ്റൊരു പേര് പറഞ്ഞു, രാത്രി സ്വഭാവ പ്രഭവാച നിദ്ര. രാത്രിയുടെ സ്വഭാവം കൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന നിദ്ര എന്നുള്ള അർത്ഥത്തിൽ കൂടെ ആ പേര് പറഞ്ഞു, രാത്രി സ്വഭാവ പ്രഭവാച നിദ്ര. അപ്പൊ അങ്ങനെ നിദ്രയെ പറ്റി പറഞ്ഞു. നിദ്രായത്തം അന്നേരം ഞാൻ പറഞ്ഞു, പകല് ഇതൊരു ചിട്ടയായ ക്രമത്തോടു കൂടിയിട്ട് ശീലിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അക്രമം ഇതിന് തീരെ പറ്റുന്നതല്ല. നിദ്രയിലെ അക്രമം എന്ന് പറഞ്ഞാൽ നിദ്രാനാശത്തിനും നിദ്രാഭംഗത്തിനും ഒക്കെ കാരണമാവും. യഥാകാലം യഥാസമയം യഥായഥമായിട്ടുള്ള വേണ്ടത്ര സമയം ഉള്ള നിദ്ര ശരീരത്തിന് പുഷ്ടികരമായി തീരുന്നു. അപ്പം ഇനി പകലുറക്കം സാധാരണ എല്ലാ പേർക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള സംഗതിയല്ല. നേരത്തെ പറഞ്ഞു പകലുറക്കം വളരെ പുഷ്ടികരമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി 6 ഋതുക്കളിൽ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ആദാനമെന്നും വിസർഗമെന്നും രണ്ടായി ഒരു വർഷത്തെ 6 മാസമുള്ള 2 ഘട്ടങ്ങളായി ആയുർവേദം പരിഗണിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ശാരീരിക ഭാവങ്ങൾക്ക് ക്ഷീണം സംഭവിക്കുന്ന ഒരു 6 ഘട്ടം, ആ ഒരു 6 മാസങ്ങളുടെ ഒരു ഘട്ടമുണ്ട്. അതിനെ ആദാനം എടുത്തു മാറ്റുക എന്നാണ്. അപ്പൊ ശരീരത്തിന്റെ ബലത്തെ എടുത്തു മാറ്റുന്ന പ്രകൃതി ശരീരത്തിന്റെ ജീവജാലങ്ങളിൽ നിന്ന് ബലത്തെ എടുത്തു മാറ്റുന്ന ഒരു 6 മാസത്തെ കാലമുണ്ട്. 6 മാസം ഈ 2 ഋതുക്കൾ ചേർന്നുള്ള 3 ഋതുക്കളാണ്. 3 ഋതുക്കൾ, ഓരോ ഋതുവും ഈ 2 മാസമായിട്ടാണ്. അപ്പം 3 ഋതുക്കൾ അടങ്ങുന്ന 6 മാസക്കാലം തുടർച്ചയാണത്. അപ്പൊ ശിശിരോദ വസന്തശ്ച ഗ്രീഷ്മം വർഷ. ശിശിരം, വസന്തം, ഗ്രീഷ്മം. ശിശിരോദ വസന്തശ്ച ഗ്രീഷ്മ വർഷ ശരത് ഹിമഹ. ഇതാണ് 6 ഋതുക്കൾ. അതിനകത്ത് ശിശിരം, വസന്തം, ഗ്രീഷ്മം ഈ 3 ഋതുക്കളെയാണ് ആദാനകാലം എന്ന് പറയുന്നത്. പിന്നെയോ വർഷ, ശരത്ത്, ഹേമന്തങ്ങൾ. വർഷ ഋതു, ശരത് ഋതു, ഹേമന്ത് ഋതു. ഇതിനെ വിസർഗകാലം എന്നും പറയും. അപ്പൊ ഇതിന് നേരത്തെ പറഞ്ഞു ഉറക്കം എല്ലാ ഋതുക്കളും ഒരേ അളവിലല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ വേനൽക്കാലത്ത് ചൂടേറിയ കാലത്ത് രാത്രിയുടെ ദൈർഘ്യം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഉറക്കം കൊണ്ട് മാത്രം പകലുണ്ടാവുന്ന ശാരീരിക ക്ഷീണത്തെ പൂർണ്ണമായും പരിഹരിക്കുവാൻ സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ
ഒരു ചെറിയ അളവിലൊക്കെ പകലുറങ്ങാൻ അനുവാദമുള്ള ഒരു കാലമാണ് ഏത് ഈ വേനൽക്കാലത്തിൽ പെടുന്നത്. സാധാരണ കാലത്തൊക്കെ പറ്റും, എന്നാൽ സവിശേഷമായി ഈ വേനൽക്കാലത്ത് അങ്ങനെയാണ് അനുവദിക്കപ്പെടുന്നത്. അത് അല്ലാത്തവർക്ക്, സാധാരണ വൃദ്ധന്മാർക്കും ബാലന്മാർക്കും ഗർഭിണികൾക്കും, അതായത് ശാരീരികമായ ദൗർബല്യമുള്ള അല്ലെങ്കിൽ ക്രിയാപരമായ ഏഹ്, സ്വല്പം പിന്നോക്കം നിൽക്കുന്ന സാഹചര്യത്തിലുള്ളവർക്ക് പകലുറക്കം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാത്തവരിൽ പകലുറങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് സാമാന്യമായിട്ടുള്ള നിലപാട്. എന്നാലോ ഇനി ഇന്നിപ്പോ ആധുനിക കാലത്ത് തൊഴിലിന്റെ ഭാഗമായൊക്കെ കൊണ്ട് തന്നെ പലപ്പോഴും രാത്രിയിലും ഒക്കെ ഉറക്കം ഇളക്കേണ്ട സാഹചര്യം വരും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടും പറയുന്നു. യഥാകാലം ഇനി ഉറക്കം എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതൊരു നല്ല ഭംഗിയുള്ളൊരു സുഭാഷിതമാണ്. അതുകൊണ്ടൊന്ന് പറയാം. യഥാകാലം അതോ നിദ്ര രാത്രോ സേവേത സാത്മ്യതഃ. യഥാകാലം യഥാകാലം എപ്പോഴാണോ ഉറങ്ങേണ്ടത്, നമ്മൾ ഉറങ്ങി പരിശീലിപ്പിക്കപ്പെട്ടുള്ള സമയം എപ്പോഴാണോ ആ സമയത്ത് ഉറക്കത്തെ ശീലിച്ചു കൊള്ളണം. യഥാകാലം അതോ നിദ്രാം രാത്രോ സേവേത, രാത്രിയിൽ സേവിച്ചു കൊള്ളണം. അപ്പം എപ്പോഴാണോ രാത്രിയിൽ എത്ര മണിക്കാണോ നമ്മൾ ഉറങ്ങി ശീലിച്ച് നമ്മുടെ ശരീരത്തെ തയ്യാറാക്കി പരിചയിപ്പിച്ചിട്ടുള്ളത്, അതേ സമയമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ തീർത്തുകൊണ്ട് ഉറക്കത്തിന് വേണ്ടി നമ്മളെ തയ്യാറാക്കണം. യഥാകാലം അതോ നിദ്രാം രാത്രോ സേവേത, രാത്രിയിൽ ഉറങ്ങിക്കൊള്ളണം. രാത്രോ സേവേത സാത്മ്യതഃ. ഈ സാത്മ്യം എന്ന് പറയുന്നതും ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു 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 പ്രത്യേക ഒരു സങ്കല്പമാണ്. അതായത് ശരീരത്തിന് ഈ നേരത്തെ പറഞ്ഞ താളാത്മകമായ പ്രവൃത്തികളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ശീലിച്ച് പരിചയിച്ച സംഗതികൾ, അവ നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും അവയോട് ഒത്തുപോകാനുള്ള ഒരു പ്രവണത ശരീരത്തിൽ സ്വാഭാവികമായി. മദ്യത്തിന്റെ കാര്യത്തിലായാലും പുകവലിയുടെ കാര്യത്തിലാണെങ്കിലും, ഇതല്ലെങ്കിൽ കൃത്യമായ അച്ചടക്കത്തോടുകൂടിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ പ്രയോഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും താളാത്മകമായി പ്രവർത്തിക്കാൻ ശരീരം ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ നിത്യോപയോഗം കൊണ്ട് ഇണങ്ങിയ വസ്തുക്കളോട് ചേർന്ന് പോകുവാനും ശരീരത്തിന് ഇഷ്ടമുണ്ട്. അങ്ങനെയുള്ള ആ ഒരു വാസനാവിശേഷത, ആ പ്രത്യേകതയാണ് സാത്മ്യം, ഹാബിറ്റുവേഷൻ അല്ലെ ഫെമിലറൈസേഷൻ, അക്ലിമൈറ്റൈസേഷൻ എന്നൊക്കെ പറയാറ്. അപ്പൊ ശരീരത്തിന് നിരന്തരം രാവിലെ വളരെ താമസിച്ച് ഉറങ്ങി ശീലിച്ച ഒരാളാണെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ ആ സമയമാകുമ്പോഴേ അയാൾക്ക് ഉറക്കം വരികയുള്ളൂ. അതേപോലെ രാത്രി ഉറക്കം ഇളച്ച് ശീലമുള്ള ആൾക്ക് ഒരാഴ്ച അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ രാത്രി ഉറക്കം കിട്ടാതെ വരും. അപ്പൊ അങ്ങനെയൊക്കെ മാത്രമല്ല, തൊഴിലിന്റെ സാഹചര്യം മൂലമൊക്കെ ചിലപ്പോൾ ഉറക്കം ഇളക്കേണ്ട സാഹചര്യം വരും. അപ്പൊ എന്ത് ചെയ്യണം? അതിനുള്ള മാർഗം പറയുന്നു. അപ്പം ആദ്യം പറഞ്ഞു, സ്വാഭാവികമായി നിങ്ങൾക്ക് രാത്രി ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങളൊരു കൃത്യമായ സമയം കണ്ടെത്തി ആ കൃത്യമായ സമയത്ത് തന്നെ ഉറങ്ങി ശീലിക്കേണ്ടതാണ്. അങ്ങനെ ഒന്ന് ശീലിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് ഗുണകരമായി തീരുക. അപ്പം യഥാകാലം യഥാകാലം, കാലം എന്ന് പറഞ്ഞാൽ സമയം എന്നർത്ഥം. യഥാകാലം അതോ നിദ്രാം അതഹ നിദ്രാം രാത്രോ സേവേത സാത്മ്യതഃ. അസാത്മ്യ ജാഗരാദർത്ഥ പ്രാതസുപ്യാത ഭുക്തവാൻ. അങ്ങനെയും പറയുന്നു. അതാണ് അതിൻ്റെ അത്ര രസം. ഇനി അസാത്മ്യ ജാഗരം എന്ന് വെച്ചാൽ നമ്മൾ ശീലിച്ചിട്ടില്ലാത്ത വിധം നമുക്ക് ഉറക്കമിളക്കേണ്ടി വരുന്നുവെങ്കിൽ രാത്രിയിൽ എത്ര നാഴിക ഉറക്കമിളക്കുക? അതിന്റെ പകുതി സമയം പകലിറന്നുറങ്ങിയാൽ മതിയായിരിക്കും. അസാധ്യ ജാഗരാതാർത്ഥ പ്രാതസുപ്യാത ഭുക്തവാൻ. അത് പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാനല്ല പറയുന്നത്, ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങാനാണ്. അപ്പൊ നോക്കി, ഇനി ഈ ഉറക്കത്തിനെ ഒരു ചികിത്സ ഉപായമായി മാറുന്ന ചില സന്ദർഭത്തിൽ ചിലപ്പോൾ നാട്ടുപുറത്തൊക്കെ ഈ ചികിത്സയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ കല്യാണ പ്രായമാകുമ്പോൾ ചില അമ്മമാര് മക്കളുമായിട്ടൊക്കെ പെൺകുട്ടികളെയും കൊണ്ടുവരും. സാറേ, ഇവർക്ക് ശരീരമൊന്നും അത്ര പുഷ്ടി വന്നിട്ടില്ല, അപ്പൊ കല്യാണത്തിന് മുന്നേ വരുന്നു, പുഷ്ടിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ വരുന്ന ഇപ്പോഴും സമ്പ്രദായമുണ്ട്. ഇനി അതൊന്നും ഈ പറഞ്ഞ ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലത്ത് എത്ര പ്രസക്തമാണെന്നുള്ളതിനെ പറ്റിയുള്ള തർക്കങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷെ എന്നാലും ഈ പറഞ്ഞോട്ട് രക്ഷകർത്താക്കളുടെ കുറച്ച് ഒരു അധികം ആധുനികമല്ലാത്ത പശ്ചാത്തലമുള്ള രക്ഷകർത്താക്കൾക്ക് ഇപ്പോഴും തുഷ്ടിയും പുഷ്ടിയും ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു തുടുപ്പും ഒക്കെ ഈ ഒരു എന്താ പറയാ കുടുംബജീവിതത്തിൽ പോകുന്നതിന് അവർ ശാരീരികമായ ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില മരുന്നുകൾ കൊടുക്കുന്നതിനേക്കാളും പ്രധാനമായിട്ട് അവരോട് പറയുന്ന ഒരു സംഗതി, ഈ ഭക്ഷണം കഴിക്കുന്ന ശീലത്തിലും അതേപോലെ ഭക്ഷണത്തോട് അനുബന്ധിച്ച് ഉറങ്ങുന്ന ശീലത്തിലും ഒരു ചിട്ട കൊടുത്താൽ തന്നെ വലിയ മരുന്നൊന്നും ഇല്ലാതെ പുഷ്ടി വരുന്ന അനുഭവങ്ങൾ ധാരാളം കണ്ടു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഈ ദഹനക്കേടുള്ള സന്ദർഭത്തില് ഭക്ഷണം കഴിക്കാതെ പകലർന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ദഹനക്കേടുള്ള സമയത്ത് അല്ലെങ്കിൽ അജീർണം
പോലെയുള്ള രോഗ സാഹചര്യങ്ങളിൽ ഭക്ഷണമൊന്നും തന്നെ കഴിക്കാതെ പകല് വെറും വയറ്റിൽ ഉപവസിച്ചൊക്കെ കിടന്ന് ഉറങ്ങിയാൽ തന്നെ ചെറിയ ലഘുവായ തോതിലുള്ള അജീർണത്തിനൊക്കെ ശമനം കിട്ടുന്നത് നമ്മുടെ നിത്യേനയുള്ള അനുഭവമാണ്. ഇനി അതല്ല, അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദഹനശക്തി മെച്ചപ്പെടുന്നു എന്നുള്ളതിൻ്റെ കൂടെ തെളിവും കൂടിയാണ്. നല്ലവണ്ണം വയറ് മുട്ട കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന കാര്യമല്ല കേട്ടോ. അപ്പം കൃത്യമായി ഭക്ഷണം കഴിക്കാതെ വെറും വയറിൽ കിടന്നുറങ്ങാൻ പറ്റുന്നുവെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിശപ്പ് പിന്നെ അങ്ങ് ആളിക്കത്തുകയും ചെയ്യും. എന്നിട്ട് അതിന്റെ പുറത്ത് ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന ആഹാരം ദഹിച്ച് ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും. നേരെ തിരിച്ചു ഒരു സംഗതിയുണ്ട്. അതായത് ഭക്ഷണം കഴിച്ച് അപ്പം ദഹനക്കേടൊന്നും ഇല്ല, നല്ല വിശപ്പുണ്ടെങ്കിൽ, എന്നാൽ ശരീരം ചെയ്യുന്ന പുഷ്ടിപ്പെടുത്താൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10-50 ചൂട് ഉലാത്തിയതിന് ശേഷം ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു എല്ലാവർക്കും ഉള്ള സാമാന്യ റെക്കമെൻഡേഷൻ അല്ല. ഇതൊരു ഒരു വളരെ കൃത്യമായി അസസ് ചെയ്തിട്ട് രോഗിയുടെ അവസ്ഥ വിലയിരുത്തി ദഹനശക്തിയൊക്കെ വിലയിരുത്തിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊരു കൃത്യമായ പരിശീലനം ഉള്ളവർക്ക് നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം ഭക്ഷണം നല്ലവണ്ണം കഴിക്കുക, കഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉലാത്തിയതിന് ശേഷം ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ശീലം ഒരാഴ്ച ചെയ്യുമ്പോൾ സാധാരണ ഈ പ്രകൃതിയൊക്കെ അനുസരിച്ച് ചില ആൾക്കാരുണ്ട് കുറച്ച് കഴിച്ചാൽ തന്നെ ശരീരത്തിൽ പുഷ്ടി വരുന്ന അങ്ങനെയുള്ളവർ ആയുർവേദത്തിൽ കഫപ്രകൃതിക്കാരായിട്ടാണ് വരുന്നത്. ഇപ്പം ഈ പ്രകൃതി പരീക്ഷണം ഒക്കെ നടന്നു വരുന്ന കാലത്ത് എനിക്കൊന്ന് പ്രകൃതിയെ പറ്റിയിട്ടൊക്കെ ആൾക്കാരുടെ കൗതുകം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ചില ആൾക്കാരുണ്ട് എന്ത് കഴിച്ചാലും ശരീരത്തിൽ അത്ര പിടിക്കാത്ത, ശരീരത്തിൽ അത് യാതൊന്നും പ്രകടമല്ലാത്ത ആൾക്കാർ. അപ്പൊ അതിനകത്ത് ഈ ഭക്ഷണം മാത്രമല്ല കാര്യം, ഉറക്കത്തിന്റെ സ്വഭാവവും അതിനകത്ത് ചെലുത്തുന്നുള്ളതിന്റെ ഒരു അനുഭവമാണ് ഇവിടെ പറയാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പൊ രാവിലെ ലഘുവായിട്ടുള്ള അതും വലിയ കട്ടിയേറിയ ദഹിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കട്ടിയേറിയ ആഹാരമൊന്നും കഴിക്കേണ്ട ലളിതമായിട്ടുള്ള കഞ്ഞി പോലെ എന്തെങ്കിലും ലഘുവായ ആഹാരമൊക്കെ രാത്രി പ്രത്യേകിച്ച് ഉറക്കം ഉളച്ചിട്ട ഒരാളാണെങ്കിൽ, രാത്രി പരിപൂർണമായി ഉറക്കം ഉളയ്ക്കുന്ന ഒരാളാണെങ്കിൽ പിറ്റേ ദിവസം വന്നിട്ട് കഴിയുന്നതും ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ കിടന്ന് ഉറങ്ങുക. ഉറങ്ങി എഴുന്നേറ്റിട്ട് നല്ലവണ്ണം കുളിക്കുക, കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഈ കുളി കൊണ്ട് തന്നെയും ദഹനശക്തിക്കൊക്കെ ഒരു ഉത്തേജനം ലഭിക്കും. ആ ഉത്തേജനം ലഭിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് നേരാവണ്ണം ദഹിച്ച് ശരീരത്തിലെ പുഷ്ടിക്ക് കാരണമായി തീരുക തന്നെ ചെയ്യുന്നതാണ്. എന്നാലോ ഇത് ഇപ്പൊ പുഷ്ടി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഉറക്കത്തിന്റെ ഒരു ശൈലിയാണ് ഞാൻ ഈ പറഞ്ഞത്. പകൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്നിഗ്ധം പ്രസ്വപനം ദിവ. പകലെന്നിറങ്ങിയാൽ സാധാരണ കിട്ടുന്ന പുഷ്ടിയേക്കാളും കുറച്ചുകൂടെ പുഷ്ടി ഉറക്കത്തിന്, രാത്രിയിലെ ഉറക്കത്തിനേക്കാളും പുഷ്ടികരമാണ് പകലത്തെ ഉറക്കം. ഈ പ്രത്യേകിച്ച് പകലത്തെ ഉറക്കത്തിന് മുന്നേ കുറച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ ഉറങ്ങിക്കഴിഞ്ഞാലും പുഷ്ടി മുന്നേ ഉണ്ടാവും. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയാലോ പുഷ്ടിയുടെ തോത് ഏറും. അപ്പോൾ സാധാരണ വലിയ മരുന്നൊന്നും ഇല്ലാതെ രാവിലെ എന്തെങ്കിലും കഞ്ഞിയോ ലേശം നെയ്യോ ഒക്കെ ചേർത്ത് ചെറു ചൂടോടെ കഞ്ഞിയും പയറൊക്കെ കഴിച്ചിട്ട് ഒരു 100 ചെവിട നുലാത്തിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉറങ്ങാനൊക്കെ പറഞ്ഞേ. അങ്ങനെ ഉറക്കം കിട്ടുന്നവർ ഒന്നുറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞോട്ട് പുഷ്ടി വരുന്നതായി കാണാം. പിന്നെ മാത്രം ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ നമ്മൾ സംസാരിച്ച് തുടങ്ങി വന്നത് മറ്റേ രാത്രിയിൽ ഉറക്കം വിളച്ച് ജോലി ചെയ്യുന്നവർ സാധിക്കും. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറക്കം വിളച്ച് ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഈ ഉറക്കം ഇളച്ചതിന്റെ ക്ഷീണം മാറി കിട്ടുകയും ചെയ്യും. മാത്രമല്ല ക്ഷീണം മാറി നല്ല ദഹനശക്തിയോടുകൂടി കുളിയും കൂടെ കഴിയുമ്പോൾ ദഹനശക്തിയും ഏറിയിട്ടുണ്ടാവും. അപ്പൊ കഴിക്കുന്ന ആഹാരം അത് എന്ത് തന്നെയാണെങ്കിലും നേരാവണ്ണം ദഹിച്ച് ക്ഷീണത്തെയും മാറ്റും, പുഷ്ടിയെ ജനിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊരു സംഗതിയാണ്. നമ്മൾ ഇത് നോക്കും, നമ്മൾ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാതെ മരുന്നിന്റെ ഒന്നും ചെലവില്ലാതെ പുഷ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പുഷ്ടികരമായിട്ട് ഇത് രണ്ട് സന്ദർഭം പറഞ്ഞു, രണ്ടും കൂടെ കൂട്ടി പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ സന്ദർഭം ഞാൻ പറഞ്ഞത് വേറെ പ്രത്യേകിച്ച് രാത്രി ഉറക്കമിളക്കലൊന്നും ഇല്ലാതെ ഇരിക്കുന്നു, എന്നാൽ കുറച്ചുകൂടെ ശരീരം കുറച്ചൊന്ന് പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം? രാവിലെ എഴുന്നേറ്റ് വിശപ്പിനനുസരിച്ച് ലഘുവായ ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് ചെറുതായി ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ 10 ചുവട് നടന്ന് 50 ചുവട് നടന്നതിന് ശേഷം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പുഷ്ടി സ്വാഭാവികമായി സംഭവിക്കും. ഇനി അതാണ് ഒരു സന്ദർഭം. മറ്റൊരു സന്ദർഭം ഞാൻ നേരത്തെ പറഞ്ഞ രാത്രി ഉറക്കമിളക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണെങ്കിൽ, മനുഷ്യനോ സ്ത്രീയോ ആണെങ്കിൽ അവര് രാത്രിയിൽ ഉറക്കമിളച്ചത് എത്ര മണിക്കൂറുണ്ടോ അതിന്റെ പകുതി സമയം പകൽ കിടന്ന് ഉറങ്ങിയാൽ മതിയാവും. അത് മാത്രമല്ല വല്ലാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ വെറും വയറ്റിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ മൂലം വന്ന് ദഹന സംബന്ധമായ എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് മാറിക്കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല ഉത്തേജിതമായ അഗ്നിയുടെ സന്ദർഭത്തിൽ കഴിക്കുന്ന ലഘുവാണെങ്കിലും
അത്യാവശ്യം കട്ടിയുള്ള ആഹാരമാണെങ്കിൽ അത് നേരവണ്ണം ആഗിരണം ചെയ്ത് ശരീരത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ നോക്കൂ, ഒരു നിദ്ര എന്ന് പറയുന്ന ഒരു ശാരീരിക പ്രക്രിയയെ നമുക്കൊരു ഉദ്ദിഷ്ടമായിട്ടുള്ള ഫലത്തിന് വേണ്ടി പറ്റുന്ന രീതിയിലേക്ക്. എന്നാൽ ഇനി വേറെ സംഗതിയുണ്ട്. ഈ അജീർണമുള്ള സന്ദർഭത്തിൽ തീരെ ഭക്ഷണം കഴിക്കാതെ വേണേൽ ഉപവസിച്ചിട്ട് തന്നെ വേണേൽ കിടന്നുറങ്ങാം. ഉപവസിച്ചിട്ട് കിടന്നുറങ്ങി കഴിയുമ്പോഴത്തേക്ക് അജീർണത്തിന്റെ ഗൗരവം ലഘുവാകും. മിക്കവാറും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല വിശപ്പുമാകുന്ന സന്ദർഭവും നമ്മൾ കണ്ടുവരും. അപ്പം ഒരു നിദ്ര എന്ന് പറയുന്നത് ശരീരത്തിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയുള്ള പ്രക്രിയ മാത്രമല്ല, നിദ്രയുടെ സ്വഭാവത്തെ മനസ്സിലാക്കിയിട്ട് നിദ്രയുടെ ആ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനെ വേണമെങ്കിൽ ഒരു ചികിത്സാ ഉപാധിയാക്കി വിനിയോഗിക്കാനും സാധിക്കുന്നതാണ്. ഇനി രാത്രി സ്വതവേ തന്നെ വൃദ്ധജനങ്ങൾക്ക് ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ മാനസിക സംഘർഷവും അങ്ങനെയൊക്കെയുള്ള ആകുലതകളും പിന്നെ രോഗത്തിന്റെ പ്രത്യേകതകളും മൂലമൊക്കെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അവർക്ക് വേണ്ടി സാമാന്യമായി പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്. അത് രോഗത്തിന്റെ അവസ്ഥ നോക്കി രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ചില മരുന്നുകളൊക്കെ വേണ്ടി വന്നാൽ മാത്രം ഉറക്കം കിട്ടുന്ന ചില സന്ദർഭങ്ങൾ. അതിന് പ്രത്യേകം അതിന് സവിശേഷമായിട്ടുള്ള ഔഷധങ്ങൾ പ്രത്യേകം തന്നെയുണ്ട്. എന്നാൽ സാമാന്യമായി പറയുന്ന ഒരു നിർദ്ദേശം ശീലയേത് മന്ദനിദ്രസ്തു, അതൊരു സുഭാഷിതം കൂടി. എനിക്കൊന്ന് ആ സുഭാഷിതം കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നു ഇതിനകത്ത്. ശീലയേത് മന്ദനിദ്രസ്തു ക്ഷീരമിക്ഷു രസാൻ ദധി സാഭ്യങ്കോദ്വർത്തന സ്നാനമൂർത്തകാരണ അക്ഷിതർപ്പണം. ഇനി അതാണ് ഒരു സംഗതി. അതായത് ശീലയേത് മന്ദനിദ്രസ്തു, വലിയ ഉറക്കമില്ലാതെ അല്ലെങ്കിൽ ഉറക്കം കുറഞ്ഞിട്ടുള്ളവര്. ശീലയേത് മന്ദനിദ്രസ്തു, ക്ഷീരം, പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പൊ പാല് ഉറക്കത്തെ ഉണ്ടാക്കുന്ന. അപ്പൊ ഈ പാലിനെ പറ്റി പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഈ സാധാരണ പാലല്ല, ഈ എരുമപ്പാലിന്റെ ഗുണം പറയുന്ന ഒരു വേളയില് പാലിന്റെ ഗുണത്തെ, എരുമപ്പാല് കഴിച്ചിട്ടുള്ളവർക്കറിയാം കൊഴുപ്പ് ഏറിയതാണ്. മാത്രമല്ല കൊഴുപ്പിന്റെ ആ ഒരു തികവും മൂലം പാലിന് തന്നെ ഒരു ചെറിയ മഞ്ഞ സ്വർണ്ണ നിറമൊക്കെ വരാറുണ്ട് പലപ്പോഴും. അപ്പോൾ അത് വളരെ ദഹിക്കുവാൻ പാടുള്ളതാണ്, കൊഴുപ്പ് ഏറ്റവും കൂടിയതുമാണ്. അപ്പൊ അങ്ങനെയുള്ള പാലിന്റെ ഗുണം പറയുന്നത് ഹിതം അത്യഗ്നി അനിദ്രേഭ്യോ ഗരിയോ മാഹിഷം ഹിമം. അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രയോജനകരമാണെങ്കിൽ പോലും ആ സന്ദർഭത്തിൽ നമ്മൾ പറയാം. മറ്റൊരു ശ്ലോകം ഞാനിവിടെ പറയുന്നു, ഒരു ഭാഷിതം ഇവിടെ പറയുന്നു എന്നുള്ളത്. ഹിതം അത്യഗ്നി അനിദ്രേഭ്യോ ഗരിയോ മാഹിഷം. ഗരിയം വെച്ചാൽ ഗുരുത്വമേറിയിട്ടുള്ളത്, ദഹിക്കുവാൻ പാടുള്ളത് എന്നുള്ള അർത്ഥം. അപ്പൊ ഗരീയ മാഹിഷം ഹിമം, എരുമപ്പാല് ഗുരുത്വമേറിയിട്ടുള്ളതാണ്, എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്നതല്ല, ദഹിക്കാൻ ഇച്ചിരി ദഹനശക്തിയെ വല്ലാതെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അതിന്റെ കടുപ്പമേറിയതാണ് എന്നാണ്. ഗരിയോ മാഹിഷം, അത് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുന്നു? ഹിതം അത്യഗ്നി, ഭയങ്കരമായി കത്തിത്തീരുന്ന രീതിയിൽ ദഹനശക്തിയുള്ള ചില ആൾക്കാർ എന്ത് കഴിച്ചാലും അപ്പൊ തന്നെ ദഹിക്കും, വീണ്ടും വിശക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ എരുമപ്പാല് കൊടുക്കാം. ഹിതം അത്യഗ്നി അനിദ്രേഭ്യ, ഉറക്കമില്ലാത്തവനും അത്യഗ്നി അല്ലെങ്കിൽ ഭസ്മകം പോലെ. അതിന് മറ്റേ ചില സന്ദർഭം ഉണ്ടല്ലോ, മറ്റേ തൈറോടോക്സിക്കോസിസ് പോലുള്ള സന്ദർഭമൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും എന്ത് കഴിച്ചു കഴിഞ്ഞാലും ക്ഷണനേരം കൊണ്ട് ദഹിച്ചു തീരുന്നു, വീണ്ടും വിശപ്പിനുള്ള അടുത്ത ഭക്ഷണത്തിനുള്ള ആ ഒരു ക്രേവിങ് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ എരുമപ്പാലിന്റെ ഒക്കെ ഇത് ഈ രീതിയിൽ പ്രയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പം ഹിതം അത്യഗ്നി അനിദ്രേഭ്യോ ഗരിയഹ മാഹിഷം ഹിമ. മാഹിഷം ഹിമ, അത് തണുപ്പുമാണ്. ഈ എരുമപ്പാല് തണുപ്പാണ്, അത് ദഹിക്കാൻ ഇച്ചിരി കട്ടിയുള്ളതാണ്. അത് മാത്രമല്ല ഉറക്കമില്ലായ്മയിലും ഈ പറഞ്ഞോട്ട് അത്യഗ്നിയിലും ദഹനശക്തി വല്ലാതെ ഏറി നിൽക്കുന്ന സന്ദർഭത്തിലും കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ പാല് സ്വതവേ ആട്ടും പാലായാലും ശരി, പശുവിൻ പാലായാലും എരുമപ്പാലായാലും ഇതെല്ലാം തന്നെയും ഈ പറഞ്ഞോട്ട് ഉറക്കത്തെ നയിക്കുന്ന, ഉറക്കത്തെ കൊണ്ടുവരാൻ സഹായിക്കുന്ന സംഗതികളാണ്. അപ്പൊ അതുകൊണ്ടാണ് ശീലയേത് മന്ദനിദ്രയുള്ളവൻ, അല്പനിദ്രയുള്ളവൻ ശീലിക്കേണ്ട ചില സംഗതികളാണ്. ക്ഷീരത്തെ ഉപയോഗിക്കാം. അത് ആട്ടും പാലാവാം, എരുമപ്പാലാവാം, പശുവിൻ പാലാവാം. ശീലയേത് മന്ദനിദ്രസ്തു ക്ഷീരമിക്ഷുരസാൻ ദധി. ഇക്ഷുരസം എന്ന് വെച്ചാൽ കരിമ്പിൻ നീര് കഴിക്കുന്നതും ഈ ഉറക്കത്തെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സംഗതിയാണ്. കരിമ്പിൻ മറ്റേ ഷുഗർ കെയിൻ ജ്യൂസ് ഒക്കെ ധാരാളം വളരെ എന്താ പറയാ ശുചിത്വമുള്ള പരിസരത്തിലൊക്കെ സുലഭമായി ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പൊ അത് ഈ പറഞ്ഞോട്ട് പ്രമേഹ രോഗികൾക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് വേണം ചെയ്യണം എന്നത് ഞാൻ അതിൽ പറയേണ്ടതുള്ളൂ. ക്ഷീരയിൽ മന്ദനിദ്രസ്തു ക്ഷീരമിക്ഷു രസാൻ ദധി. തൈരും നല്ലതാണ്. തൈരും ഈ പറഞ്ഞോട്ട് ഉറക്കത്തെ ഉണ്ടാക്കുന്ന, വെറുതെ തൈര് കഴിച്ചാൽ പോരാ, തൈര് അതിനകത്ത് മധുരം ചേർത്തിട്ടോ അല്ലെങ്കിൽ പയറുപൊടി ചേർത്തോ അല്ലെ ആ നിലയിൽ അല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടി ചേർത്തോ കഴിക്കുന്നത്
ഈ ഉറക്കത്തെ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. വല്ലാതെ പുളിച്ച തൈര് ഉറക്കത്തെ വല്ലാതെ സഹായിക്കില്ല. പക്ഷെ എന്നാൽ ഒരു വലിയ അധികം പുളിയാവാത്ത എന്നാൽ കട്ടിയുള്ള നല്ല തൈര് കഴിക്കുന്നത്, നല്ല ദഹനശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് പാടുള്ളൂ താനും കേട്ടോ. തൈര് കഴിച്ചാൽ ഉറക്കം വരും എന്ന് പറഞ്ഞിട്ട് ദഹനക്കേടുള്ളപ്പോൾ തൈര് കഴിച്ചത് അപകടത്തെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് ഓരോ രോഗിയുടെയും അവസ്ഥയും ദഹനശക്തിയുടെ പ്രത്യേകതയും ഒക്കെ നോക്കി. ഈ ആയുർവേദം പറയുന്ന ആയുർവേദത്തിന്റെ ഒരു 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 ഭംഗിയും കൂടെ അവിടെയാണ്. ഈ ദ്രവ്യങ്ങൾ, ഈ ആഹാരദ്രവ്യങ്ങളുടെ ഗുണഗണങ്ങൾ പറയുമ്പോഴൊക്കെ തന്നെയും പറയുന്നുണ്ട്. പാല് അമൃതിന് തുല്യമാണ്, തൈര് ശരീരത്തിന് പുഷ്ടികരമാണ്, ശുക്രോത്പാദനത്തെ സഹായിക്കുന്നതാണ്, ഒക്കെ പല പല ബഹുഗുണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പറയപ്പെടുന്ന ഗുണങ്ങൾ ആ ദ്രവ്യങ്ങളുടെ ഉപയോഗം കൊണ്ട് കിട്ടണമെങ്കിൽ അതിനെ വിനിയോഗിക്കാനുള്ള ക്ഷമത ശരീരത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടെ ഒരു പശ്ചാത്തലമായി പറയുന്നു. അതായത് ഇതിനെ വേണ്ടവണ്ണം വിനിയോഗിക്കാനുള്ള ഒരു സജ്ജീകരണം ശരീരത്തിനുണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ പറയപ്പെടുന്ന പൂർണ്ണ ഗുണങ്ങൾ, നിർദ്ദേശിക്കപ്പെട്ട ഗുണങ്ങളെ പൂർണ്ണമായും വ്യക്തമാക്കാൻ ശരീരത്തിന് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞു തന്ന കുറച്ചൊക്കെ ഒന്ന് വഴിമാറിപ്പോയെങ്കിൽ പോലും വീണ്ടും തിരികെ വരാം. അപ്പം ശീലേത് മന്ദനിദ്രസു ക്ഷീരമിക്ഷു രസാന്തതി സാഭ്യംഗം, എണ്ണ തേച്ച് കുളി, സാഭ്യംഗം ഉദ്വർത്തനം, പൊടിതിരുമൽ. അത് രണ്ടും രണ്ട് വിധത്തിലുള്ള ആൾക്കാരാണ്. മെലിഞ്ഞ് ഈ ഉണങ്ങിയ ശരീരപ്രകൃതിയുള്ളവർക്കൊക്കെ ഉറക്കം വരാൻ നല്ലത് കുഴമ്പ് തേച്ച് കുളിക്കലും എണ്ണ തേച്ച് കുളിക്കലും ഒക്കെ. എണ്ണ തേച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ അപ്പം നേരത്തെ പറഞ്ഞ ശരീരത്തിലെ രക്തഓട്ടവും നേരത്തെ പറഞ്ഞ സ്രോതസ്സുകളിൽ കൂടെയുള്ള ശരീരത്തിന്റെ വ്യൂഹന സംവിധാനങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ അതിൽ കൂടെ ശരീരത്തിൽ എന്താ പ്രാണവായുവിന്റെയും രക്തത്തിന്റെയൊക്കെ സഞ്ചലനം സുഗമമാവുകയും അതുവഴി ഈ പറഞ്ഞ ശരീരത്തിൽ ഈ മറ്റേ ഒരു സെൻസ് ഓഫ് വെൽബീങ് നൽകുന്ന സെറട്ടോണിന്റെ ഒക്കെ ഉത്തേജനമൊക്കെ ഉണ്ടാവുകയും. അപ്പൊ സാഭ്യംഗ ഉദ്വർത്തന സ്നാനം കുളി, സാഭ്യംഗ നിരൂഹ സ്നേഹ വസ്തുബി, അല്ല ക്ഷമിക്കണം, അത് ശ്ലോകം ഒന്നുകൂടെ കൃത്യമായി പറയാം. ശീലേത് മന്ദനിദ്രസ്തു ക്ഷീരമിക്ഷു രസാന്തതി സാഭ്യംഗ ഉദ്വർത്തന സ്നാനം മൂർധകർണ അക്ഷിതർപ്പണേ. മൂർധതർപ്പണം തലയിൽ എണ്ണ തേക്കലും കർണതർപ്പണം ചെവിയിൽ എണ്ണ അടയ്ക്കലും, ഇങ്ങനെയുള്ള ചില നമ്മൾ സാധാരണ ഇതിപ്പം എണ്ണ അടയ്ക്കാവുന്ന എണ്ണ ഒഴിച്ച് പഞ്ഞി വെച്ച് അടയ്ക്കണമെന്നൊന്നുമില്ല. സാധാരണ നമ്മൾ കുളിക്കുന്നതിന് മുമ്പേ സാധാരണ തലയിൽ എണ്ണ തേക്കും, ഉച്ചിയിൽ എണ്ണ തേക്കും, പിന്നെ നെറ്റിയിലും ഒക്കെ എണ്ണ തേക്കും, പിന്നെ രണ്ട് വിരലിൻ്റെ അറ്റത്ത് ലേശം എണ്ണ വരച്ച് ചെവിക്കകത്തും ഒക്കെ ഒന്ന് പുരട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, സാധാരണയായിട്ട് എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞു തന്നത് ഞാൻ പലപ്പോഴും പലർക്കും പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ ഉണ്ടാവാറുള്ള സംഗതി, ഇതേ എണ്ണ തന്നെ ഉള്ളംകാലും ചെറുതായൊന്ന് ഒഴിഞ്ഞു. എന്നാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ വല്ലാതെ എണ്ണ വരട്ടി ഉറുമ്പിനെ അങ്ങോട്ട് ക്ഷണിക്കണം എന്നുള്ള മട്ടിലല്ല, ചെറുതായ തോതിൽ ഒരു 2 തുള്ളി എണ്ണ എടുത്ത് ഉള്ളംകാലും ചെറുതായിട്ടൊന്ന് ഒഴിഞ്ഞ് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴിയുന്നത്, ഈ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഉറക്കത്തെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമായിട്ട്, അതായത് ചെവിക്കുറ്റിയുടെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പുരട്ടുക, ഉള്ളംകൈയിൽ പുരട്ടുക, ഉള്ളംകാലിന് പുരട്ടുക. അപ്പൊ അങ്ങനെ ഉറക്കം വരാം. പിന്നെ മാത്രമല്ല ഈ ഈ ഉറങ്ങാൻ പോകുന്ന പരിസരം ഇരുണ്ടതാക്കുന്നതും ഉറക്കത്തെ വല്ലവണ്ണം സഹായിക്കുന്നതായിട്ടുള്ളതാണ്. അപ്പോൾ വല്ലാണ്ട് പ്രകാശമാനമായ അതിപ്രകാശമാനമായിട്ടുള്ള ഈ പറഞ്ഞോട്ട് മറ്റേ സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കുക, ടി വിയിലേക്കോ വാട്സപ്പിലേക്കൊക്കെ നോക്കിയിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു സംഗതി. കൂടുതൽ പ്രകാശമാനമായ വസ്തുക്കളെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഉറക്കത്തിന് തടസ്സമുണ്ടാക്കും. അതൊരു സംഗതിയാണ്. അപ്പോൾ കഴിയുന്നത് നമ്മൾ എപ്പോൾ 10 മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു 9:30യോടുകൂടി ഈ പ്രകാശമാനമായ സന്ദർഭങ്ങളെയൊക്കെ പരമാവധി ചുരുക്കി ഒരു ഇരുണ്ട ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് കിടക്കുന്ന മുറിയിൽ പോയി അധികം കടുത്ത വെട്ടമൊന്നും ഇല്ലാത്തൊരു സന്ദർഭം കതവൊക്കെ അടച്ച് മങ്ങിയ വെളിച്ചത്തിലേക്ക് എന്തോ തുടരുന്നത് നന്നായിരിക്കും പോലും. പിന്നെ മാത്രമല്ല എനിക്ക് വ്യക്തിപരമായും അനുഭവപ്പെടുക, ഞാൻ പല സുഹൃത്ത് രോഗികളോടൊക്കെ നിർദ്ദേശിക്കാറുള്ള ഒരു സംഗതിയാണ് ഈ നമ്മൾ കൈകാലിങ്ങനെ മൂരി നിവരുക എന്ന് പറഞ്ഞ സാധനം. കൈകാല് ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്, കൈ ഇങ്ങനെ കട്ടിലിങ്ങനെ നല്ലവണ്ണം വലിച്ചു നീട്ടി 2-3 തവണ ഒന്ന് വലിച്ചു നീട്ടിട്ട് നീണ്ടു നിവർന്ന് കണ്ണുമൊക്കെ തുറന്ന്, കണ്ണടച്ച് കിടന്ന് ബലം പിടിച്ച് കണ്ണടച്ച് കിടന്നു കഴിഞ്ഞാലും ഉറക്കം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാലോ കണ്ണൊക്കെ തുറന്ന് ഇരുട്ടിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഇരുട്ടത്തോട്ട് നോക്കി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം അനായാസന വരുന്ന അനുഭവങ്ങൾ, മറ്റു രോഗങ്ങളൊന്നും ഇല്ല, വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ല എങ്കിൽ വരുന്നതായി കണ്ടുവരാറുണ്ട്. പിന്നെ ഒരു സംഗതി വെച്ചാൽ മാനസികമായിട്ടുള്ള സംഘർഷം ഉറക്കത്തിനൊരു തടസ്സമാവാറുണ്ട്. അപ്പൊ അവിടെ മാനസിക സംഘർഷ ലഘൂകരണത്തിലുള്ള മാർഗങ്ങൾ എന്താണോ വേണ്ടത് അത് അനുവർത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇതുകൊണ്ടൊന്നും മാറുന്നില്ലെങ്കിൽ അതിന്റെ ഗൗരവത്തെ കൃത്യമാക്കി മനസ്സിലാക്കി അവിടെ കൊടുക്കേണ്ട ഔഷധങ്ങൾ എന്താണ് അതങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് മരുന്ന് ആയി, പക്ഷെ മരുന്ന് കൊണ്ട് മാത്രം ഉറക്കം വരണം എന്നില്ല. അതിനി അടുത്തതാണ് അടുത്ത പറയുന്നത് കാന്താബാഹുതലാശ്ലേഷ. അപ്പൊ നമ്മുടെ കുഞ്ഞുനാൾ തൊട്ടുള്ള നമ്മുടെ അനുഭവം ഇഷ്ടപ്പെട്ടവരുടെ ബാഹുതല ആശ്ലേഷം, ബാഹുതല കൈ കൊണ്ടുള്ള തലോടൽ,
ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ തലോടി തരാൻ പുറമേ കിടക്കുമ്പോഴത്തേക്ക് തട്ടിത്തലോടി ഉറക്കുന്ന നമ്മളെയൊക്കെ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ തട്ടിത്തലോടി ഉറക്കിയത് ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ അറിയാം. അത് ഈ പറഞ്ഞ നേരെ ഒരു റിതമിക്കായിട്ടുള്ള താളാത്മകമായിട്ടുള്ള സ്പർശങ്ങൾ അത് ശരീരത്തിന് ഹിതകരമാണെന്നും അങ്ങനെ പരിശീലിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ഉറക്കത്തിനെ നയിപ്പിക്കുവാൻ സഹായിക്കുന്നതാണെന്നും നല്ലതാണ്. അതേപോലെ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപേ വേണമെങ്കിൽ വളരെ മന്ദമായ തോതിലുള്ള പാട്ടുകളും അങ്ങനെയുള്ള സംഗീതമൊക്കെ ചെറിയ അധികം ഉച്ചത്തിലൊന്നും അല്ലാതെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതൊരു താളാത്മകത ഉറക്കത്തിലേക്ക് നമ്മളെ എത്തിക്കും. ഇപ്പോൾ കാന്താ ബാഹുതലാശ്ലേഷ നിവൃത്തി കൃതകൃത്യത. പിന്നെ ഒരു സംഗതിയുണ്ട്, നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി ചെയ്തു തീർത്തിട്ടില്ല എങ്കിൽ നമ്മൾ അതിനെപ്പറ്റിയുള്ള ആകാംക്ഷ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. കാന്താ ബാഹുതലാശ്ലേഷം നിവൃത്തി. സുഖമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം സ്വാഭാവികമായിട്ട് വരും. കാന്താ ബാഹുതലാശ്ലേഷ പ്രവൃത്തി എന്നുള്ള വിരമിക്കലിനാണ് നിവൃത്തി. കൃതകൃത്യത, പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ സമയാസമയങ്ങളിൽ വേണ്ടത് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തിരിക്കുന്നു. ഇന്നത്തേക്ക് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ എൻ്റെത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളത്തേക്കുള്ളത് എൻ്റെ പരിധിക്കുള്ളിൽ തന്നെയുള്ളത് തന്നെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സമാധാനം. കാന്താ ബാഹുതലാശ്ലേഷ നിവൃത്തി കൃതകൃത്യത. ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറക്കം സ്വാഭാവികമായിട്ട് വരും എന്നുള്ളതാണ്. കാന്താ ബാഹുതലാശ്ലേഷ നിവൃത്തി കൃതകൃത്യത. മനോനുകൂല വിഷയം, മനസ്സിന് അനുകൂലമായിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ആഹാരമാവട്ടെ, കേൾക്കുന്നതാവട്ടെ, പറയുന്നതാവട്ടെ, മറ്റുള്ളവരെ പെരുമാറ്റമാവട്ടെ ഒക്കെ മനസ്സിന് അനുകൂലമായിട്ടുള്ളതായിരിക്കുന്നത് മനോനുകൂല വിഷയം. കാമം നിദ്ര സുഖപ്രദം. ഇതൊക്കെ നിദ്രയെ ആനയിക്കുന്നവയാ സംഗതികൾ. ദ്രവ്യമല്ല, ഔഷധമല്ല, മരുന്നല്ല, ഭക്ഷണമല്ല. പക്ഷെ ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള നമ്മുടെ മനോനിലയും ഉറക്കത്തെ സഹായിക്കുന്നതാണ്. പിന്നെ ഈ ദീർഘമായിട്ടുള്ള ഉച്ഛ്വാസ നിശ്വാസങ്ങൾ ശീലിക്കുന്നത്, അതായത് സ്വാഭാവികമായിട്ട് എത്ര സമയം കൊണ്ട് ശ്വാസം എടുക്കുന്നു അതിന്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്ന ഒരു സമ്പ്രദായം. അതായത് ഒരു രണ്ട് മാത്ര കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉച്ഛ്വാസം 2 മാത്രം ഉണ്ടാകും, നിശ്വാസം 4 മാത്രം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു 10, 15, 20 മിനിറ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ചെയ്തു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ ഉറക്കത്തിലേക്ക് അതും ഈ ഒരു ചിട്ടയായ ഒരു താളാത്മകമായ പ്രവൃത്തിയാണ്. അപ്പൊ നമ്മുടെ ശരീരം, നമ്മുടെ ശ്രദ്ധ അതിലേക്ക് മാറുന്നു. മറ്റ് സംഗതിയിലേക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും മറ്റേ കെട്ടയച്ചു വിട്ട കുതിരയെ പോലെ തോന്നിയ പോലെ പോകുന്നില്ല. അപ്പൊ മനസ്സ് ഒന്ന് അടക്കം വരുന്നു. ആ മനസ്സടങ്ങുകയും ശരീരം അടങ്ങുകയും ചെയ്ത് ശരീരം അപ്പോൾ തന്നെ അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മനസ്സിനെ കൂടെ അടക്കി കഴിഞ്ഞാൽ, മനസ്സടക്കം കൂടെ വന്നു കഴിഞ്ഞാൽ ഉറക്കം സ്വാഭാവികമായി എത്തിച്ചേരുന്നുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ. സാറേ, ഹലോ, നമുക്ക് പറഞ്ഞു. അല്ല, ഇനി ഇത് കൂടുതലുണ്ടോ പറയാൻ? ഇല്ല, തീർന്നു. ഉപസംഹാരത്തിൽ എത്തി. ഇപ്പൊ ഈ 4 ശ്ലോകങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എനിക്കൊന്നും അത് പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു. അപ്പം ഇങ്ങനെ ഉറക്കം അത്രയധികം പ്രധാനപ്പെട്ട സംഗതിയാണെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, അത് സ്വാഭാവികമായി തന്നെ നമ്മുടെ ശരീരത്തിന്റെ ചയാപചയ പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള കേടുപാടുകളെയും ക്ഷീണത്തെയും തളർച്ചയും മാറ്റിത്തരുന്ന ഒരു പ്രക്രിയയാണെന്നും അതിന് യാതൊരു ചെലവുമില്ല എന്നുള്ളൂ. ആകെ വേണ്ട ചിലവ് അതിലൊരു അച്ചടക്കവും ചിട്ടയും കൊണ്ടുവരാൻ നമുക്ക് പറ്റുമെങ്കിൽ, അത് സമയം കൊണ്ടാവട്ടെ, ദൈർഘ്യം കൊണ്ടാവട്ടെ, അതിനെ ചിട്ടപ്പെടുത്തേണ്ടത് ഒന്ന് നമ്മുടെ ദൈനംദിന ശാരീരികമായ ആവശ്യങ്ങളും നമ്മുടെ തൊഴിൽപരമായ പ്രത്യേകതകളൊക്കെയാണ് എന്നുള്ള ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇത്രയും ശ്രദ്ധയോടുകൂടി ഇതൊക്കെ കേട്ട സുഹൃത്തുക്കൾക്കും ഇങ്ങനെ ഒരു അവസരം നൽകിയ ഇതിന്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ വിഷയം, നിദ്ര എന്നുള്ള വിഷയത്തെ പറ്റിയുള്ള ചില ഒരു ആലോചന ഇവിടെ അവസാനിപ്പിക്കും. നന്ദി. വളരെയധികം പ്രയോജനമുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഞങ്ങൾക്ക് സാർ വീണ്ടും തന്നിരിക്കുന്നത്. നമുക്ക് സമയം അല്പം ആയെങ്കിലും ആ പോഷണങ്ങൾ തീരട്ടെ എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് നേരത്തെ ഇടപെടാതിരുന്നത്. പിന്നെ നമുക്ക് ചർച്ചയ്ക്കുള്ള സമയം ഇച്ചിരി കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി അത്യാവശ്യം ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് എടുക്കാമെന്ന് മാത്രം. അത്യാവശ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. കാരണം ഇത് നല്ലൊരു ക്ലാസ് ആണ് സാറെ കിട്ടിയത്. നമ്മള് ഇപ്പം ഭക്ഷണത്തിന്റെ കഴിഞ്ഞു, ഇപ്പം നിദ്രയായി. ഇതെല്ലാം തന്നെ നമുക്കും പ്രയോജനമാണ്, മറ്റുള്ളവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ ഉറക്കം ഉളച്ച് വരുന്നവർക്ക് വേണ്ട ഒരു നിർദ്ദേശം സത്യത്തിൽ നമുക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് വേണ്ടതെന്ന്. ഇന്നിപ്പം വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ തന്നെ കിടന്നുറങ്ങുന്നതാണ് നല്ലതെന്നും
അതിന് ശേഷം കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അതെ അത് അതെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇപ്പം മിക്കവാറും ഈ IT ഫീൽഡിലെല്ലാം ഈ രാത്രി ഉറക്കളപ്പുണ്ടല്ലോ. അതെ 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 അപ്പൊ നമുക്കത് വളരെ നല്ലൊരു അറിവാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ അഡ്രസ് ചെയ്യാം. സാർ എന്തായാലും ഇനിയും അടുത്ത വിഷയവും കൊണ്ടുമായിട്ട് വരണേ സാറേ. അടുത്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം അല്ലേ? ബ്രാഹ്മചര്യം അല്ല, നിദ്രയുടെ തന്നെ കുറച്ച് അംശങ്ങളുടെ ഒക്കെയുണ്ട്. പറയാനായിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിലും വേണമെങ്കിൽ അത് തന്നെ നമുക്ക് തുടരാൻ തോന്നുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഈ ഇത്രയും 10:30 ആയിന്ന് തോന്നുന്നു. അപ്പൊ ഈ വല്ലാതെ അതെ ആൾക്കാരെ നിദ്രയ്ക്ക് ഭംഗം വരുത്താനും പാടില്ലല്ലോ. നമ്മൾ ഇത്രയൊക്കെ നിദ്ര അതെ വേണം എന്ന് അത് പറഞ്ഞിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത അതിനെ ക്ലാസ്സിൽ വേണമെങ്കിൽ അതിനെപ്പറ്റി തുടരാൻ തോന്നുന്നു. അതെ അതെ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ഉണ്ട് താല്പര്യം സാറേ. ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യം നമുക്കത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ സാർ അടുത്ത പ്രാവശ്യം നിദ്രയുടെ ക്ലാസ് എടുത്താല് നമുക്ക് ചോദ്യം ചോദിക്കാവുന്നവർക്കും അതെ കൂടെ അതെ കുറച്ച് അതെ സമയം അതെ കിട്ടും. ഓ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ അതെ അതെ സമയക്കുറവ് മാത്രമാണ്. നമ്മുടെ അടുത്തുള്ള ക്ലാസ്സുകൾ അതിനെപ്പറ്റി ആവാം. അങ്ങനെയാവും, കുഴപ്പമില്ല. രമാദേവി അമ്പാടി മാഡം അൺമ്യൂട്ട് ചെയ്ത് സാറിന് ഒരു നന്ദി പറയണേ. അമ്പാടി മാഡം ഇല്ലേ? അനിൽകുമാർ ഡോക്ടറാണോ? അനിൽകുമാർ ഡോക്ടർ ഉണ്ടോ? സുനിൽ ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് സാറിന് ഒരു നന്ദി പറയണേ. സുനിൽ ഡോക്ടർ. ഡോക്ടർ, അത് കുഴപ്പമില്ല. നമുക്ക് അതിനൊരു ഔപചാരിക പ്രശ്നമില്ലല്ലോ. ഇത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് കുഴപ്പമില്ല. എല്ലാരും നിദ്രയിലേക്ക് പോയെന്ന് അതെ 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 ഇല്ല, ഞാനുണ്ട്. ഡോക്ടർ അനിൽകുമാറാണേ. എന്തായാലും ഞാൻ ഇടയ്ക്കാ കയറിയത്. ഇന്നലെ കേട്ടപ്പോൾ വളരെ നല്ല ഭംഗിയായിരുന്നു. എന്തായാലും IFHന്റെ പേരിൽ ഞാനൊരു നന്ദി രേഖപ്പെടുത്തുന്നു. വൈകിയ ഇടയിൽ എല്ലാരും പയ്യെ ഇറങ്ങിപ്പോയി തുടങ്ങി. അതുകൊണ്ടാണ്. അതെ 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 ശരി. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ശുഭരാത്രി. ശുഭരാത്രി. സാറേ, വളരെ പ്രയോജനമുള്ള ക്ലാസ് ആണ് സാർ ഈ 6 ദിവസമായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ക്ലാസ് ഇതിന്റെ ബാക്കിയായിട്ട് വരണം. കേൾക്കാൻ വളരെ താല്പര്യത്തോടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മനോജ് ഡോക്ടർക്ക് പനിയായി പോയി, അതാണ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1571 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.